നബിയോടൊരാൾ ഒരു ദിനം സംസാരമാ, അസറാണ് സമയം, വഹയും മിൻ സമാ. നബിയോടൊരാൾ ഒരു ദിനം സംസാരമാ, അസറാണ് സമയം, വഹയും മിൻ സമാ. നബിയെ ഈ ആൾക്കിനി സമയവും ഒരു സാഅത്താ, ആ സാഅത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യിത്താ. നബിയെ ഈ ആൾക്കിനി സമയവും ഒരു സാഅത്താ, ആ സാഅത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യിത്താ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് കൊച്ചുവർത്തമാനം പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നതാകുന്ന അതിയായി അസറിന്റെ സമയത്ത് നിലകൊള്ളുമ്പോ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറന്നിറങ്ങുകയാണ്, മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വരുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, നബിയേ ഇയാൾക്കിനി സമയവും ഒരു സാഅത്താ, ആ സാഅത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യിത്താ. തങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതായി സ്വഹാബി വര്യൻ ഒരു മണിക്കൂർ മാത്രമാണ് ആയുസ് ബാക്കിയുള്ളത്. ഹബീബേ, ഒരു മണിക്കൂർ കഴിയുമ്പോ അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറയുമേ. അദ്ദേഹത്തിന്റെ ആത്മാവിനെ വെറുപെടുത്താൻ അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരും. ഹബീബേ, ഞെട്ടിത്തെരിച്ച പ്രവാചകർ വല്ലാതെ ദുഃഖിച്ച് നിലകൊള്ളുമ്പോ നബി തങ്ങളോട് പറയുകയാണ്, ഹബീബേ, അദ്ദേഹത്തെ അറിയിക്കൽ നിർബന്ധമാണ്. ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ചാരത്ത് നിൽക്കുന്ന അനുയായിയുടെ തോളിലേക്ക് കൈവെക്കുമ്പോ നബി തങ്ങളുടേതാകുന്ന ചുമലിലേക്ക് സന്തോഷത്തോടുകൂടി ചായുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ സ്വഹാബി വര്യന്റെ കാതിൽ മരണത്തിന്റെ മൊഴി അടയാളപ്പെടുത്തുകയാണ്. ഇനി ഒരു മണിക്കൂർ സമയം കഴിയുമ്പോ അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് നിന്റെ റൂഹിനെ വേർപെടുത്തുമെന്നുള്ള യാഥാർത്ഥ്യം നബി തങ്ങൾ അദ്ദേഹത്തോട് പറയവേ വിഷമിക്കുകയാണ്, പൊട്ടിക്കരയുകയാണ്. ധൈര്യം സംഭരിച്ചുകൊണ്ട് നബി തങ്ങളോട് സെക്കൻഡ് ബൈ സെക്കൻഡിൽ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ ദുല്ലനി അലാ ഔഫഖി അമലിൻ ഫീ ഹാദിഹി സആ. എനിക്ക് ഏറ്റവും യോജിച്ചതാകുന്ന ഒരു അമൽ എനിക്കൊന്ന് അറിയിച്ചു നൽകുമോ ഹബീബേ? പറഞ്ഞു നൽകുമോ ഹബീബേ? അറിയിക്കുമോ ഹബീബേ? മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിന്റെ വിശദീകരണത്തിൽ ഈ ചരിത്രം വ്യക്തമായി കൊണ്ടുവരുന്നുണ്ട്. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട വിശ്വാസികളെ. എന്തിനാണ് ഈ ചരിത്രം തുടക്കത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുന്നത്? ഇതൊരു സാദാ സീത മജ്‌ലിസ് അല്ല. കഴിഞ്ഞ 55 വർഷമായി ഈ നാടിന്റെ സ്വന്തം അറിഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന സ്ഥാപനമാണ് അൻവരിയയുടെ ഇതാകുന്ന ഈ മുറ്റം. വിജ്ഞാനത്തിൻ്റെതാകുന്ന പ്രഭുപരത്തിയ കേന്ദ്രമാണ്. ആത്മീയമാകുന്ന ഉന്നതിയിലേക്ക് ജനങ്ങളെ എത്തിച്ചതാകുന്ന കേന്ദ്രമാണ്. ഒരുപാട് ആലിമീങ്ങൾ, ആയിരക്കണക്കിന് മുത്തഅല്ലിമീങ്ങൾ വിദ്യ നുകർന്നു പോയിട്ടുണ്ട്. അല്ലാഹുവേ, പടച്ച റബ്ബേ, മുത്തഅല്ലിമീങ്ങൾക്കും പഠിപ്പിച്ചതാകുന്ന ഉസ്താദുമാർ മരണപ്പെട്ടു പോയവരടക്കമുണ്ട്. നീ ദറജ ഉയർത്തണേ അല്ലാഹ്. കാപ്പിൽ ഉമർ ഉസ്താദ് അടക്കമുള്ള എത്രയോ മഹത്തുക്കളുണ്ട്. അല്ലാഹുവേ, അവരുടെ ദറജ ഉയർത്തണേ അല്ലാഹ്. ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിലയുടേതാകുന്ന സമയത്തിന്റെ വില ചോദിക്കുകയാണ്. ദുല്ലനി അലാ ഔഫഖി അമലിൻ ഫീ ഹാദിഹി സആ. എന്റെ ഈ ശ്വാസം നിലയ്ക്കാൻ പോകുന്ന സമയത്ത്, അവസാന ശ്വാസം നിലയ്ക്കാൻ പോകുന്ന ഈ നേരത്ത് ഞാൻ എന്ത് ചെയ്യണം റസൂലേ? എനിക്ക് ഏറ്റവും യോജിച്ചതാകുന്ന ഒരു അമൽ പറഞ്ഞു തരുമോ ഹബീബേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന്റെ കാതിലുടനെ പറയുകയാണ്, ഇസ്തഗിൽ ബിൽ ഇൽമി, അറിവ് കൊണ്ട് ജോലിയാവണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. 500-ൽ പരം വിദ്യാർത്ഥികൾ ഇപ്പോഴും ഈ കലാലയത്തിൽ പഠിക്കുമ്പോ നൂറുകണക്കിന് ഹാഫിളീങ്ങളെ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന കലാലയത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചു പോയിട്ടുണ്ട്. ആലിമീങ്ങൾ ധാരാളം പഠിച്ചു പോയിട്ടുണ്ട്. ഹാഫിളീങ്ങളുണ്ട്, അൻവരികളുണ്ട്. ഓരോരുത്തരും കൃത്യമായി പഠിച്ചു വെക്കേണ്ട പാഠമാണ്. നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും സമുന്നതമായ മുഹൂർത്തമാണല്ലോ, ഏറ്റവും വിലപ്പെട്ട സമയമാണല്ലോ സക്കറാത്തിന്റെ ഹാലിലേക്ക് പോകുന്ന സമയം. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്താലാണ് രക്ഷപ്പെടുക എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ഒരൊറ്റ മറുപടി മാത്രമാ, ഇസ്തഗിൽ ബിൽ ഇൽമി, അറിവ് കൊണ്ട് നീ ജോലിയാവണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലിന്റെ കരം പിടിച്ച് ചുംബിച്ച് റസൂലുള്ളാഹിയോട് സലാം പറയുകയാണ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി ഒരിക്കലും കാണുകയില്ല നബിയെ ഈ ദുനിയാവിൽ വെച്ച്. അവസാനത്തെ സലാം പറഞ്ഞ് പ്രവാചകന്റെ കരം പിടിച്ച് ചുംബിച്ച് മദീന പള്ളിയുടെ അകത്തളത്തിൽ ഇൽമിന്റേതാകുന്ന ശാതുര തീരം തീർക്കുന്ന സ്വഹാബത്തിന്റെ തിരുസവിധത്തിലേക്ക് കടന്നിരിക്കുകയാണ് സ്വഹാബിവര്. വിജ്ഞാനം നുകർന്നുകൊണ്ടിരിക്കുകയാണ്, വിജ്ഞാനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ജീവിതത്തിൻ്റെതാകുന്ന അവസാന ശ്വാസം നിലയ്ക്കുകയാണ്. ഇനി അതാ മരണത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡുകൾക്കുള്ളിൽ മരണം ഇതാ കടന്നു വരും. കാരണം പറഞ്ഞിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ത്വബീബാണ്, ഹബീബാണ്. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങൾ മദീനയിലേക്ക് മാടി വിളിച്ചതായ ഒരേ ഒരു നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനകക്കൊട്ടാരമായി തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഒന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞ് ലോകത്തിന് മുഴുവനും മാതൃക കാട്ടിയ ഒരേ ഒരു നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചക പുങ്കവനാണ് പറഞ്ഞത്, 1 മണിക്കൂർ കഴിയുമ്പോൾ നിന്റെ റൂഹ് വേർപിരിയുമേ. അതുകൊണ്ട് തന്നെ സമയം കളയാതെ മദീന പള്ളിയുടെ അകത്തളത്തിൽ ഇരുന്നു കൊണ്ട് വിജ്ഞാനം നുകർന്നുകൊണ്ടിരിക്കവേ 1 മണിക്കൂർ കൃത്യം കഴിഞ്ഞപ്പോ നസല ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം പറന്നിറങ്ങുകയാണ്. ചെറുപ്പക്കാരൻ റൂഹിനെ വേർപെടുത്തുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് സ്വഹാബത്ത് ഓടിച്ചെന്നുകൊണ്ട് നബി തങ്ങളോട് പറയുകയാണ്, തുവഫിയ ദാലിക സ്വഹാബിയു യാ ഹബീബല്ലാഹ്. ഏതൊരു മനുഷ്യനെ കുറിച്ചാണ് പുലരുന്ന പ്രവചനം നടത്തിയത് നബിയെ, അദ്ദേഹത്തിന്റെ റൂഹിദാ വേർപെട്ടു പോയ ഹബീബേ. 1 മണിക്കൂർ മുമ്പ് തങ്ങൾ പറഞ്ഞതുപോലെ സംഭവിച്ചു. അദ്ദേഹത്തിന്റെ റൂഹിദാ വേർപെട്ടിട്ടുണ്ട്. അസ്റായീൽ അലൈഹിസ്സലാം എന്ന ആത്മാവിനെ പിടിച്ചിട്ടുണ്ട്. വിഷമിച്ച് നിൽക്കുന്ന സ്വഹാബത്തിനോട്, ദുഃഖിച്ച് നിൽക്കുന്ന സ്വഹാബത്തിനോട്, പ്രയാസത്തിൽ നിൽക്കുന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഓതുകയാണ്, ഇദാ ജാഅ അജലുഹാ ഇദാ ജാഅ അജലുഹാ ലാ യസ്തഖിറൂന സഅതാ വലാ يستقدمون ولا يستقدمون. ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ട സമയമെത്തിയാൽ ഏത് മനുഷ്യൻ റൂഹിനെ ഏത് സമയത്ത് എപ്പോഴാണ് എവിടെ വെച്ചാണ് ഏത് രീതിയിലാണ് പിടിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ട്. അതിലൊരു സമയമെത്തിയാൽ 1 സെക്കൻഡ് പോലും അല്ലാഹു മുന്തിക്കുകയില്ല, 1 സെക്കൻഡ് പോലും അല്ലാഹു പിന്തിക്കുകയില്ല. വലൻ യുഅഖിറല്ലാഹു നഫസാ വലൻ യുഅഖിറല്ലാഹു നഫസാ ഇദാ ജാഅ അജലുഹാ.
ആത്മാവിനെ പിടിക്കേണ്ട സമയമെത്തിയാൽ, റൂഹിനെ വേർപെടുത്തേണ്ട സമയമെത്തിയാൽ ഏത് മനുഷ്യനെന്ന് നോട്ടമില്ല. ആലിമാകട്ടെ, മുത്തഅല്ലിമാകട്ടെ, പണക്കാരനാകട്ടെ, പാമരനാകട്ടെ, പൊക്കമുള്ളവനാകട്ടെ, കുറുകിയവനാകട്ടെ, എത്ര വലിയതാകുന്ന സമ്പന്നതയുടെ ഉത്തുംഗതയിൽ നിലകൊണ്ടാലും നിന്റെ റൂഹിനെ അല്ലാഹു കൊണ്ടുപോകേണ്ട സമയത്ത് കൊണ്ടുപോകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ ആയത്ത് ഓതിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ വിഷമിച്ച് നിൽക്കുന്ന സഹാബത്തിനോട് പറയുകയാണ്, സഹാബ വിഷമിക്കണ്ട സഹാബ, അദ്ദേഹത്തിന്റെ വിഷയത്തിൽ നിങ്ങളാരും ദുഃഖിക്കണ്ട സഹാബ. ഇന്നഹു മിൻ അഹ്ലിൽ ജന്ന, അവസാന ശ്വാസം ഇൽമിന്റെ വഴിയിൽ ചെലവഴിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ റൂഹിനെ കൊണ്ടുപോയിട്ടുള്ളത് ഇല്ലീനിലേക്കാണ്. അദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ, ഈ ആൾക്കിനി സമയവും ഒരു സാഅത്താ, ആ സാഅത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യിത്താ. ഒരൊറ്റ മണിക്കൂർ മാത്രം ഈ ലോകത്ത് ആയുസ് ബാക്കിയുള്ള മനുഷ്യൻ, അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാകുന്ന ആ വർത്താനത്തോടു കൂടി നബിയോട് ചോദിച്ചു, ദുല്ലനി അലാ ഔഫഖി അമലിൻ ഫി ഹാദിഹി സാഅ, ഈ സമയത്ത് എനിക്ക് ഏറ്റവും യോജിച്ച അമലേത്? നബി തങ്ങൾ പറഞ്ഞു, നിന്റെ ശ്വാസം നിലക്കാൻ പോവാ, വേഗ ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുത്തോ, ഇൽമു നുകർന്നോ. ഇൽമു പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്രമേൽ പ്രധാനമാണ്. അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. മനുഷ്യൻ അവന്റെ ശ്വാസോച്ഛ്വാസങ്ങളിൽ ഏറ്റവും മനോഹരമായ ശ്രേഷ്ഠമായ സമയം അവൻ ചെലവഴിക്കുന്നതിൽ വെച്ച് ഏറ്റവും മഹനീയമായ സമയം ഇൽമു പഠിക്കലാണ്. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു ആ രീതിയിലാണ് അടയാളപ്പെടുത്തിയത്. അല്ലാഹു മനസ്സിലാക്കുവാൻ തൗഫീഖ് നസീബാക്കട്ടെ. ഏറ്റവും വിലപ്പെട്ടതാകുന്ന സമയമാണ്. അതുകൊണ്ട് മുത്തഅല്ലിമീങ്ങൾ മനസ്സിലായിക്കോ, ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മനസ്സിലായിക്കോ, ഈ സ്ഥാപനത്തിലേക്ക് അയച്ചിട്ടുള്ളതാകുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മനസ്സിലായിക്കോ, ഈ സ്ഥാപനത്തിന്റെ തിരുമുറ്റത്ത് ഒരല്പം അറിവ് നുകരാൻ വേണ്ടി വന്നു ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട വിശ്വാസിനികൾ അറിഞ്ഞോ, നിങ്ങൾ ഇരിക്കുന്നത് ഇൽമിന്റെ മജ്ലിസിലാണ്. ഈ മജ്ലിസിൽ വെച്ച് മരിച്ചാലും സ്വർഗ്ഗമാണ്. അല്ലാഹു നമുക്ക് ഈമാൻ സലാമത്താക്കുമാറാവട്ടെ. അതിനാണല്ലോ നമ്മൾ നിലകൊള്ളുന്നത്. ആഖിബത്ത് നന്നാവണം എന്ന നിയ്യത്താണ് നമുക്കുള്ളത്. അല്ലാഹു നമ്മളെ നന്നാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇൽമിന്റെ മജ്ലിസിന്റെ പ്രാധാന്യം, ഇൽമിന്റെ മഹത്വം, അതാണ് ഈ ഒരു ചരിത്രത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണല്ലോ മജ്ലിസുൽ ഇൽമി റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന, സ്വർഗീയ ഉദ്യാനമാണ് ഇൽമിന്റെ മജ്ലിസ് എന്ന് പറയാൻ കാരണം അതാണ്. ഇവിടുന്ന് മരിച്ചാലും സ്വർഗ്ഗത്തിലേക്കാണ് പോവുക. من سلك طريقا يلتمس فيه علما سهل الله له طريقا الى الجنه. ഇൽമിന്റെ വഴിയിൽ പ്രവേശിച്ചവൻ അതിന്റെ അറ്റം ചെന്ന് നിൽക്കുക സ്വർഗ്ഗമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് സ്വർഗ്ഗം നസീബാക്കട്ടെ. ഉറക്കാമീൻ പറയാം, അല്ലാഹു സ്വർഗ്ഗം നസീബാക്കട്ടെ. സ്വർഗ്ഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടം ക്ലേശം സാരമില്ല നിന്നിലേ. സ്വർഗ്ഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടം ക്ലേശം സാരമില്ല നിന്നിലേ. ജനമോക്കയും തൃണ വൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട തിബർ തന്ന പിന്നെയും. ആരോക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ തന്നെ നീയേക്കാലത്തിലും. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടം ക്ലേശം സാരമില്ല നിന്നിലേ. അല്ലാഹു നമുക്ക് സ്വർഗ്ഗം നസീബാക്കട്ടെ. ഇൽമിന്റെ മജ്ലിസിലൂടെ അല്ലാഹു നസീബാക്കട്ടെ. അപ്പൊ ഇൽമിന്റെ മജ്ലിസിന്റെ മഹത്വം പറഞ്ഞു. ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് മൂല്യച്യുതിയുടെ കാലഘട്ടമാണ്. നന്മകളില്ല, നന്മകൾ അസ്തമിച്ചു പോയ കാലഘട്ടമാണ്. അതുകൊണ്ടാണ് നമ്മുടെ മക്കളെ നന്മയുടെ വഴിത്താരയിലേക്ക് നാം തിരിക്കണം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ.
നന്മ കൊണ്ടുള്ള കൽപ്പനയില്ല, തിന്മ കൊണ്ടുള്ള വിരോധനമില്ല. അവസാന കാലഘട്ടമാകുമ്പോൾ ഈ രീതിയിലേക്ക് ജനങ്ങൾ എത്തിപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ഇൽമു പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ, അറിവിന്റെ കലാലയങ്ങൾ കുറയും, പഠിക്കുന്ന വിദ്യാർത്ഥികൾ കുറയും, അതിനോട് താല്പര്യം കുറയും. അവസാന കാലഘട്ടമാകുമ്പോൾ നന്മ കൊണ്ടുള്ള കൽപ്പനകൾ ഉണ്ടാവുകയില്ല, തിന്മകൾ കൊണ്ടുള്ള വിരോധനം ഉണ്ടാവില്ല. നന്മയെ തിന്മയായി കാണും, തിന്മയെ നന്മയായി കാണും. തിന്മ കൊണ്ടുള്ള കൽപ്പനയുണ്ടാകും, നന്മ കൊണ്ടുള്ള തടയലുണ്ടാകും. ഇതൊക്കെ ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അവസാന കാലഘട്ടത്തിൽ ഇതൊക്കെ സംഭവിക്കും. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഒരു ഹദീസ് കേട്ടോളി, നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീൻ കൊണ്ടുവന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, കൈഫഅൻതും ഇദാ തഗാ നിസാഉകും വഫസഖ ശുബ്ബാനുകും വതറക്തും ജിഹാദകും. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, സ്വഹാബ കൈഫഅൻതും ഇദാ തഗാ നിസാഉകും, നിങ്ങളിലുള്ള സ്ത്രീകൾ മുഴുവനും പിഴച്ചു പോകുന്ന കാലഘട്ടം ഉണ്ടായാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കാൻ, ഇനി വരാനിരിക്കുന്ന ഒരു കാലഘട്ടം, ഇന്നത്തെ കാലഘട്ടത്തെ സൂചിപ്പിച്ചുകൊണ്ട് 1400 വർഷം മുമ്പ് നബി തങ്ങൾ ആശങ്കപ്പെടുകയാണ്. കൈഫ അൻതും ഇദാ തഗാ നിസാഉകും, നിങ്ങളിലുള്ള സ്ത്രീകൾ മുഴുവനും പിഴച്ചു പോകുന്ന ഒരു കാലഘട്ടം വന്നാൽ, ത്വഗാ എന്ന് പറഞ്ഞാൽ പിഴച്ചു പോവുക, പച്ച അർത്ഥമാണ്, വേറെ ഇനി ഒരു അർത്ഥം വെക്കാനില്ല. നിങ്ങളിലുള്ള സ്ത്രീകൾ മുഴുവനും പിഴച്ചു പോകുന്ന ഒരവസ്ഥ വന്നാൽ, വഫസഖ ശുബ്ബാനുകും, നിങ്ങളിലുള്ള യുവാക്കൾ മുഴുവനും തെമ്മാടികളും റൗഡികളുമാകുന്ന ഒരു കാലഘട്ടം കടന്നു വന്നാൽ അന്ന് നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? വതറക്തും ജിഹാദകും, ഇസ്ലാമിക ധർമ്മസമ്മനം മാത്രമല്ല, സ്വന്തം ശരീരത്തോടുള്ള ജിഹാദ് പോലും മറക്കുന്നതായ ഒരു കാലഘട്ടത്തിലേക്ക് ജനങ്ങൾ എത്തിപ്പെട്ടാൽ അന്നത്തെ അവസ്ഥ എന്താകുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ മദീന പള്ളിയുടെ അകത്തളത്തിൽ വിളിച്ചു ചേർത്തുകൊണ്ട് ഇത് ചോദിക്കുമ്പോ ആശ്ചര്യത്തോടുകൂടി അതിശയത്തോടുകൂടി കേൾക്കുകയാണ് സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അവകാഇനു ദാലിക യാ റസൂലല്ലാഹ്, അവകാഇനു ദാലിക യാ ഹബീബല്ലാഹ്, അങ്ങനെയൊക്കെ ഈ ലോകത്തുണ്ടാകുമോ ഹബീബേ? ഈ ലോകത്തതൊക്കെ സംഭവിക്കുമോ ഹബീബേ? ഇതൊക്കെ ലോകത്തുണ്ടാകുമോ ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം? സ്ത്രീകൾ മുഴുവനും പിഴച്ചു പോവുക, ചെറുപ്പക്കാര് മുഴുവനും തമ്മാടികളായി പോവുക, ഫാസിഖീങ്ങളായി പോവുക, കള്ളു കുടിക്കുന്നവർ, വിചരിക്കുന്നവർ, സിനിമ കാണുന്നവർ, റീൽസിന്റെ ലോകത്ത് നിലകൊള്ളുന്ന തലത്തിലേക്ക് നമ്മുടെ യുവതലമുറ മാറിയില്ലേ? 1400 കൊല്ലം മുമ്പ് നബി തങ്ങൾ ഈ കാലഘട്ടത്തെ നോക്കിയിട്ട് പറയുക, ഒരു 100 കൊല്ലം മുമ്പാണ് ഈ ഹദീസ് ഓതി അർത്ഥം വെക്കുന്നതെങ്കിൽ അവിടെയുള്ള ആളുകളൊക്കെ വാ വിളിക്കും, ഇതൊന്നും ഇവിടെ നടന്നിട്ടില്ലല്ലോ, ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ലോകം എത്തിയില്ലല്ലോ എന്ന് ചിന്തിക്കും. നമ്മുടെ ഈ കാലഘട്ടത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് ഈ ഹദീസ് പക്കയാണ്. ഇതിനപ്പുറത്തേക്കിന് ഒരു കാലഘട്ടം ഇല്ല. കാരണം എല്ലാം പിഴച്ചു പോകുന്ന ഒരു കാലഘട്ടം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. 1400 കൊല്ലം മുമ്പാ നബി തങ്ങൾ ഇത് പറയുന്നത്. ഏത് ഉമ്മത്തിലൂടാ പറയുന്നത്? കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകരി. നിങ്ങൾ ഏറ്റവും ഉത്തമമായ സമുദായമാ, നന്മ കൊണ്ട് കൽപ്പിക്കുന്നവരാണ്, തിന്മ കൊണ്ട് വിരോധിക്കുന്ന സമുദായമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സാക്ഷ്യപ്പെടുത്തി
ഏറ്റവും ശ്രേഷ്ഠവൽക്കരിച്ച് പറഞ്ഞതാകുന്ന സമുദായത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് റസൂലുള്ളാഹി പറയുകയാണ്, ഇനി ഒരു കാലഘട്ടം കടന്നു വന്നാൽ സ്ത്രീകൾ മുഴുവനും പിഴച്ചു പോകുന്ന കാലഘട്ടമാണത്. യുവാക്കൾ മുഴുവനും തെമ്മാടികളാകുന്ന കാലഘട്ടമാണ്. വതറക്തും ജിഹാദക്കും, സ്വന്തം ശരീരത്തോടുള്ള ധർമ്മസമരം പോലും പരിപൂർണമായി ഉപേക്ഷ വെക്കുന്നതായ കാലഘട്ടമാ. അന്നത്തെ അവസ്ഥ എന്താകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി ഖാലൂ, സഹാബത്ത് നബി തങ്ങളോട് ചോദിക്കുകയാണ്, അവകാഇനു ദാലിക യാ റസൂലല്ലാഹ്, ഇതൊക്കെ ലോകത്ത് ഉണ്ടാകുമോ ഹബീബേ, ഇതൊക്കെ ലോകത്ത് സംഭവിക്കുമോ ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, വല്ലദീ നഫ്സി ബിയദിഹി വഅശദ്ദു മിൻഹു സയകൂൻ. എന്റെ ആത്മാവ് ഏതൊരു തമ്പുരാന്റെ കൈകളിലാണോ, അല്ലാഹുവിനെ തന്നെ സത്യം ചെയ്തുകൊണ്ട് ഈ മുഹമ്മദ് നിങ്ങളോട് പറയട്ടെ, വഅശദ്ദു മിൻഹു സയകൂൻ. ഇതിനേക്കാൾ മോശപ്പെട്ടതാകുന്ന അവസ്ഥയിലേക്ക്, ഇതിനേക്കാൾ പരിതാപകരമാകുന്ന അവസ്ഥയിലേക്ക് ഈ ലോകം എത്തിപ്പെടുമേ സ്വഹാബ എന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്ത്രീകൾ മുഴുവനും പിഴച്ചു പോകുന്ന കാലഘട്ടമാണ്. ചെറുപ്പക്കാര് മുഴുവനും തമ്മാടികളാകുന്ന യുഗമാണ്. സ്വന്തം ശരീരത്തെ പോലും നന്നാക്കാൻ താല്പര്യമില്ലാതെ തീർത്തും അപജയത്തിന്റെ ലോകത്ത് നിലകൊള്ളുന്ന സമൂഹമാണ്. ഇതിനേക്കാൾ മോശപ്പെട്ട യുഗത്തിലേക്ക് ജനങ്ങൾ എത്തുമേ, കാലഘട്ടം എത്തുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി ഖാലൂ. സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, വമാ ശദ്ദു മിൻഹു യാ റസൂലല്ലാഹ്, വമാ ശദ്ദു മിൻഹു യാ റസൂലല്ലാഹ്. നബിയേ, നബിയേ, ഇതിനേക്കാൾ മോശപ്പെട്ടതാകുന്ന യുഗമേതാണ്, ഇതിനേക്കാൾ തരം താഴ്ന്നതാകുന്ന അവസ്ഥ ഏതാണ്, ഒന്ന് പറഞ്ഞു തരുമോ ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, സഹോദരാ, സഹോദരി, കാത് കൊടുത്ത് കേൾക്കണേ, ഹൃദയം കൊടുത്തൊന്ന് ചിന്തിക്കണേ, ചിന്തിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ മറുപടി നൽകുകയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്ത്രീകൾ മുഴുവനും പിഴച്ചു പോവുകയും യുവാക്കൾ മുഴുവനും തെമ്മാടികളായി പോവുകയും ചെയ്യുന്ന കാലഘട്ടത്തെക്കാൾ മോശപ്പെട്ട കാലഘട്ടമാണ്. കൈഫ അൻതും ഇദാ ലം തഅമുറൂ ബിമഅറൂഫിൻ വലം തൻഹൂ അനിൽ മുൻകരി. നന്മ കൊണ്ടുള്ള കൽപ്പനയില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് ജനങ്ങൾ എത്തിപ്പെടുമേ സ്വഹാബ. തിന്മ കൊണ്ടുള്ള തടയൽ ആ കാലഘട്ടത്തിൽ ഉണ്ടാവുകയില്ല. നന്മ കൊണ്ട് കൽപ്പനയില്ല, തിന്മ കൊണ്ടുള്ള തടയലില്ല. തിന്മ ചെയ്താൽ കണ്ടുകൊണ്ട് രസിക്കുകയാണ്, നന്മ കൊണ്ട് കൽപ്പനയുണ്ടാവുകയില്ല. ഈ ഒരു കാലഘട്ടം അതിനേക്കാൾ മോശപ്പെട്ട യുഗമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. 1400 വർഷം മുമ്പ് നബി തങ്ങൾ ആശങ്കപ്പെട്ടത് ഇന്ന് 2025 നാം നിലകൊള്ളുന്നതായ ഈ മാസത്തിൽ കടന്നില്ലയോ, ഈ വർഷത്തിൽ ഉണ്ടായില്ലയോ? ആരാണ് നന്മ കൊണ്ട് കൽപ്പിക്കുന്നത്, ആരാണ് തിന്മകൾ തടയുന്നത്? പരസ്യമായി നടുറോഡിൽ വെച്ചുകൊണ്ട് അന്യ പെണ്ണും സ്ത്രീകളും പരസ്യമായിരുന്നു കൊണ്ട് ചുംബനം നടത്തിയാലും രതിക്രീഡയിൽ ഏർപ്പെട്ടാലും അത് കണ്ടുകൊണ്ട് രസിക്കുന്നതല്ലാതെ അതിനെ എതിർക്കാൻ ഒരാൾ പോലുമില്ലല്ലോ. ഒരാളും ഈ ലോകത്ത് കടന്നു വരുന്നേ ഇല്ല. പരസ്യമായി മാളിൽ, പരസ്യമായി നടുറോഡിൽ, ബീച്ചുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ നമ്മൾ കാണുകയാണ്, നേർക്കുനേരെ കാണുകയാണ്. വൈകുന്നേര സമയമാകുമ്പോ സ്കൂളിൽ പഠിക്കുന്നതാകുന്ന മുഖമക്കനിയിട്ടതാകുന്ന തട്ടമിട്ട വിദ്യാർത്ഥിനികൾ അന്യപുരുഷന്റേതാകുന്ന കാമുകന്റെ മടിയിൽ കടന്നുകൊണ്ട് കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് ഈ സമുദായം സാക്ഷിപത്രമാവുകയാണ്. എത്രയോ മീഡിയയിലൂടെ അത് പ്രചരിക്കുന്നു. വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ പലരും മാറി നിന്നുകൊണ്ട് വീഡിയോ എടുത്തിട്ട് പോകുന്നതല്ലാതെ ഒരാൾ പ്രതികരിക്കാനില്ല എന്നുള്ളത് വസ്തുതയാണ്. പ്രതികരിച്ചിട്ട് കാര്യമില്ല.
ഞങ്ങൾ തമ്മിൽ കണക്ഷനാണ്, നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ച് ഓടിച്ചു വിടുന്നതല്ലാതെ ആരും പ്രതികരിക്കുക പോലുമില്ല. അവസാന കാലഘട്ടമാകുമ്പോൾ അങ്ങനെയാണ്. ആരെങ്കിലും ബസ്സിലിരുന്നിട്ട് ചെറിയ ചെറിയ ഉടായ്പ പരിപാടികൾ കാണിക്കുന്നുണ്ടെങ്കിൽ എന്താ ഇപ്പൊ ചെയ്യുന്നത്? മാറി നോക്കുക, വീഡിയോ പിടിക്കും, എന്നിട്ട് അവനെ ബാത്റൂമിൽ കൊണ്ടുവച്ച് റാഹത്തായിട്ട് അതും കണ്ടുകൊണ്ടിരിക്കും. അല്ലാതെ ഇത് പ്രതികരിക്കാൻ പോകുന്ന പരിപാടിയൊന്നും ഇപ്പോൾ ആർക്കുമില്ല. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതാണ് പുതിയ യുഗം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. 1400 കൊല്ലം മുമ്പ് പറഞ്ഞതാണ്. കൈഫ അൻതും ഇദാ ലം തഅമുറു ബിമഅറൂഫിൻ വലം തൻഹു അനിൽ മുൻകർ. നന്മ കൊണ്ടുള്ള കൽപ്പനയില്ല, തിന്മ കൊണ്ടുള്ള തടയലില്ല. അങ്ങനത്തെ ഒരു യുഗത്തിലേക്ക് ഈ ലോകമെത്തും. എത്തിയിട്ടുണ്ടോ? നിങ്ങൾ തന്നെ ചിന്തിക്കും. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. ആരാണ് ഇവിടെ നന്മ കൊണ്ട് കൽപ്പിക്കുന്നത്? മക്കളെ ഉപദേശിക്കുന്നതാകുന്ന രക്ഷിതാക്കൾ എവിടെ? മക്കളെ ഉപദേശിക്കുന്ന രക്ഷിതാക്കൾ എവിടെ? ഉപദേശിച്ചാൽ നന്നാവുന്ന മക്കൾ എവിടെ? ഇപ്പൊ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു വാപ്പ അവന്റെ മകനെ ഉപദേശിക്കുന്നു, ലഹരിക്ക് അടിമപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നു. അല്ലാഹു അഅലം. ആ കുട്ടി പാപ്പാടെ മുതുകത്ത് നോക്കി ഒരു അറ്റയടി കണ്ടില്ലായിരുന്നു? വീഡിയോ കണ്ടില്ലല്ലേ? ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുക. മുണ്ടൊക്കെ മടക്കി കുത്തി വാപ്പ അവനെ വന്ന് വിളിച്ചോണ്ട് പോവാണ്. ഏതോ പാടത്ത് പറമ്പത്തിരുന്ന ഹൈവാനിരുന്ന് അടിക്കുകയാണ്. കവട്ട അടിക്കുന്ന അവനെ വന്ന് വിളിച്ചോണ്ട്. ഇപ്പൊ സിന്തറ്റിക് ലഹരിയാണ് ഏറ്റവും കൂടുതൽ. MDMA LSD അടക്കമുള്ളതാകുന്ന മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങളാണ് ഇന്നത്തെ തലമുറയിൽ യുവാക്കളെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. യുവാക്കളുമുണ്ട്, യുവതികളുമുണ്ട്. അതാണ് രസം. പുതിയ തലമുറയിലെ യുവാക്കളെക്കാൾ ഏറെ യുവതികളാണ് രഹസ്യമായും പരസ്യമായും ഒക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സിന്തറ്റിക് ലഹരികളാണ്. പണ്ട് കള്ളൊക്കെ ആയിരുന്നു, ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ കഞ്ചാവും അത്തരത്തിലുള്ളതാകുന്ന മാരകമാകുന്ന MDMA LSD ഹശീഷ് ഓയിൽ അടക്കമുള്ള മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങളുമായിട്ട് നമ്മുടെ ചെറുപ്പക്കാർ മുഴുവനും അതിന്മേൽ ബന്ധപ്പെട്ട് കണക്ഷനായി നിലകൊള്ളാൻ. 5ാം ക്ലാസ്സിലും 6ലും 7ലും 8ലും 9ലും 10ലും +1നും +2നും മെഡിക്കൽ വിദ്യാർത്ഥികളും അടക്കം ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ എടുക്കാൻ വേണ്ടി നിലകൊള്ളുന്ന വിദ്യാർത്ഥിനികളൊക്കെ അതിന് അഡിക്റ്റായിരിക്കുകയാണ്. അല്ലാഹു നമ്മുടെ തലമുറയെ നന്നാക്കുമാറാവട്ടെ. വാപ്പ തന്റെ മകനെ ഉപദേശിക്കാൻ വേണ്ടി പറമ്പത്ത് വന്നിട്ട് അവനെ വിളിച്ചോണ്ട് പോകുമ്പോ അവൻ അവിടെ വന്ന് ചീത്ത വിളിക്കാൻ, കായും മായും ഒക്കെ കൂട്ടി വാപ്പായെ ചീത്ത വിളിച്ചിട്ട് അവസാനം വാപ്പയുടെ മുതുകത്ത് വന്ന് അടിക്കുന്ന രംഗം ഇന്നത്തെ സോഷ്യൽ മീഡിയ, ഇന്നത്തേതാകുന്ന വാർത്തയാണ്, ആളുകൾ കാണുന്നതാണ്. ആലോചിച്ചു നോക്ക്, എവിടേക്ക് പോയി. എന്നാൽ ആ പയ്യനെ വാപ്പയിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഒരു നരന്ത് പയ്യനാണ്. അപ്പൊ ഒന്ന് കൈവച്ചാവനുണ്ടാവൂല, അത്രത്തോളം ഉള്ളൂ. പക്ഷെ അവന്റെ ഉള്ളിൽ കിടക്കുന്നതാകുന്ന ലഹരി അവനെ സ്വന്തം വാപ്പയെ അടിക്കാൻ മാത്രം, കയ്യോങ്ങാൻ മാത്രം എത്തി എന്നുള്ളതാണ്. ലോകം മുഴുവൻ ആ വീഡിയോ വ്യാപിച്ചു എന്നുള്ളതാണ്. ലോകം മുഴുവനും എത്തി. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തു സംരക്ഷിക്കട്ടെ. വളരെയേറെ ശ്രദ്ധിക്കണം നമ്മൾ, അല്ലെങ്കിൽ വലിയ അപകടമാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കൈഫ അൻതും ഇദാ ലം തഅമുറൂ ബിമഅറൂഫിൻ വലം തൻഹൂ അനിൽ മുൻകരി. നന്മ കൊണ്ടുള്ള കൽപ്പനയില്ല, തിന്മ കൊണ്ടുള്ള തടയലില്ലാത്ത യുഗത്തിലേക്ക് ഈ ലോകം എത്തിപ്പെടുമേ സ്വഹാബ. അന്നത്തെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളുടേതെന്ന് നബിയുനാ റസൂലുള്ളാഹി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ലാ തഖൂമുസ്സഅ ഹത്താ തുജദൽ മർഅതു ജഹാറൻ നഹാറാ തുൻകഹു വസ്ത ത്വരീഖ് ലാ യുൻകിറു അഹദാ വലാ യുഗയ്യിറുഹു. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ലോകം അവസാനിക്കില്ല സ്വഹാബ, ലോകാവസാനം ഉണ്ടാവുകയില്ല സ്വഹാബ. ഹത്താ തുജദൽ മർഅതു ജഹാറൻ നഹാറാ തുൻകഹു വസ്ത ത്വരീഖ്. പരസ്യമായി പട്ടാപ്പകലിൽ നടു റോഡിൽ വെച്ചുകൊണ്ട് അന്യരാകുന്ന സ്ത്രീ പുരുഷന്മാർ വേഴ്ച നടത്തുന്നത് കാണാതെ ഈ ലോകം അവസാനിക്കില്ല സ്വഹാബ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ലാ യുൻകിറു അഹദാ വലാ യുഗയ്യിറുഹു.
ഒരാൾ പോലും അതിനെ എതിർക്കാനുണ്ടാവുകയില്ല സഹാബ. എതിർത്തിട്ടും കാര്യമില്ലാത്ത യുഗത്തിലേക്ക് ലോകം എത്തിപ്പെടുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. പരസ്യമായി ബസ് സ്റ്റാൻഡുകളിലും ഒഴിഞ്ഞുള്ള കടമുറികളിലും ബീച്ച് റോഡുകളിലും നിരത്തുകളിലും ഇന്ന് കാണുന്ന കാഴ്ചകളല്ലേ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ വേഴ്ച നടത്തുന്നത് ഈ സമുദായം കണ്ടുകൊണ്ടിരിക്കുകയല്ലയോ? LGBTQ ലോകമല്ലയോ? സ്ത്രീകൾ സ്ത്രീകളുമായി തന്നെ സ്വവർഗരതി അനുരാഗികളായി എനിക്കെന്നെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയെ മതിയെന്ന് പരസ്യമായി സ്വന്തം ഉമ്മയോട് പറഞ്ഞ് വിവാഹത്തിന് വേണ്ടി ശാഠ്യം വെക്കുന്നതായ മക്കളുള്ളതായ കാലഘട്ടമല്ലേ, യുഗമല്ലയോ? എനിക്കെന്നെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനാണ് ഇഷ്ടം, ഞങ്ങളാണ് ഒരുമിച്ച് വിവാഹം കഴിക്കുന്നത് എന്ന് പറഞ്ഞ് ഗേകളായി ജീവിക്കുന്നതായ യുവാക്കളുള്ള കാലഘട്ടമല്ലേ? അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് ഏറ്റവും മോശപ്പെട്ട സംഗതിയായി പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും പറഞ്ഞ സംഗതിയല്ലയോ? ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന്റെ പ്രവണത സ്വന്തം ശരീരത്തെ സ്വവർഗരതി അനുരാഗത്തിലേക്ക് മാറ്റിയെഴുതുന്നതായ ഏതൊരു പുരുഷനുണ്ടോ, സഹോദരിയുണ്ടോ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്ത്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന്റെ നീചവൃത്തികൾ സ്വന്തം ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുന്നതായ ഏതൊരു ലെസ്ബിയൻ യുവതിയുണ്ടോ, ഏതൊരു ഗേയാകുന്ന ചെറുപ്പക്കാരനുണ്ടോ, അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട യുവാക്കളെ, എന്നെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട യുവതികളെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്. പുതിയ തലമുറ നിങ്ങൾക്ക് ക്യാമ്പസുകളിലൂടെ, സ്കൂളുകളിലൂടെ നിങ്ങൾക്ക് നൽകുന്ന പഠനവേദങ്ങളും നിങ്ങൾക്ക് നൽകുന്ന സംസ്കാരങ്ങളും ഒരുപക്ഷേ ഇസ്ലാമിന്റെ അന്യമാകാം. അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ളതാകുന്ന ബന്ധത്തെ കുറിച്ചല്ല ഖുർആനി പറയുന്നത്. സ്ത്രീകൾ സ്ത്രീകളുമായി, പുരുഷൻ പുരുഷനുമായി തന്നെ ലൈംഗിക വീഴ്ച നടത്തുന്ന കാലഘട്ടം കടന്നു വന്നാൽ ലോകാവസാനത്തിന്റെ അടയാളമാണ്. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവിലൂടെ പറയുകയാണ്, അല്ലാഹു ശപിച്ച വിഭാഗമാണ്. ഈ രീതിയിലുള്ള തിന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരെ, നന്മ കൊണ്ടുള്ള കൽപ്പന ഇല്ലാത്തതാകുന്ന സമുദായമേ, തിന്മ കൊണ്ടുള്ള തടയൽ ഈ ലോകത്ത് ഇല്ലാതായില്ലയോ, ആയില്ലയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവസാന കാലഘട്ടം എത്തുമ്പോ നന്മയുടെ വക്താക്കൾ ഉണ്ടാവുകയില്ല. ലാ തഖൂമു സ്സഅ ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരുടെ മേലല്ലാതെ, ഏറ്റവും നീചന്മാരുടെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കില്ല സഹാബ, ഈ ലോകം അവസാനിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ലാ തഖൂമു സ്സഅ على أحد يقول അല്ലാഹ് എന്ന് പറയുന്ന ഒരാളെങ്കിലും ഈ ഭൂമുഖത്തുണ്ടായിരിക്കെ ഈ ലോകം അവസാനിക്കില്ല സഹാബ. ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ അല്ലാഹ് എന്ന വചനത്തിലാണ്. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ, ഈ ലോകത്തിന്റെ പരിപാലകനായ, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ, ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ, ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനായ, കിഴക്കൻ
കിഴക്കൻ ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂജനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷിപർവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ് ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നതായ അല്ലാഹു എന്ന വ്യക്തിത്വമില്ലയോ? ആ പടച്ച റബ്ബിനെ ആരാധിക്കുവാൻ, അവനെ വർണ്ണിക്കുവാൻ, അവനെ പാടി പുകഴ്ത്തുവാൻ, അവന്റെ അവതാരങ്ങൾ പറയുവാൻ, അവന്റെ നാമങ്ങൾ അനുസ്മരിക്കുവാൻ ഈ ലോകത്ത് മനുഷ്യൻ തയ്യാറാക്ക യുഗം കടന്നു വരുമ്പോ ഈ ലോകം അവസാനിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതിനു വേണ്ടിയാണ് പൊട്ടച്ചിറ അൻവരിയ പോലെയുള്ള കലാലയങ്ങൾ. കാരണം ഈ കലാലയങ്ങളിലൂടെ പഠിപ്പിക്കപ്പെടുന്നത് അല്ലാഹുവിനെയാണ്. ഏകദൈവ വിശ്വാസമാണ്. ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ച റബ്ബിനെ ആരാധിക്കാൻ ഉതകുന്ന കുട്ടികളെ പ്രാപ്തരാക്കുകയാ. അല്ലാഹുവിനെ ആരാധിക്കാവുള്ളേ എന്ന് ലോകരെ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ പറഞ്ഞേക്കുകയാണ്. 100-ൽ പരം വിദ്യാർത്ഥികൾ ഈ വർഷം ഇതാ സനത് വാങ്ങി വന്നിരാകുന്ന മശായിഖന്മാരുടെ പൊരുത്തത്തോടുകൂടി പൊട്ടച്ചിറ അൻവരിയയിൽ നിന്ന് യാത്ര പറയുമ്പോ അവർ ഈ ലോകത്തേക്ക് ഇറങ്ങുന്നത്, ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത്, പ്രബോധന വീതിയിലേക്ക് ഇറങ്ങുന്നത് അല്ലാഹുവിനെ പരിചയപ്പെടുത്തുവാനാ. അവന്റെ സിഫാത്തുകൾ ലോകത്ത് അലയൊലി കൊള്ളിക്കാനാണ്. ലാ തഖൂമു അലാ അഹദിൻ യഖൂലു അല്ലാഹ് 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 എന്ന് പറയുന്ന ഒരാളെങ്കിലും ഈ ഭൂമുഖത്തുണ്ടായിരിക്കെ ഈ ലോകം അവസാനിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക, അവനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. നന്മ കൊണ്ടുള്ള കൽപ്പന, തിന്മ കൊണ്ടുള്ള വിരോധനം, അത് ഈ ലോകത്ത് നിന്ന് അസ്തമിക്കുന്നു. വലിയ അപകടമാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വലിയ അപകടത്തിലേക്ക് നമ്മൾ എത്തും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുമ്പോൾ സ്വഹാബത്ത് വീണ്ടും ആശങ്കയോടുകൂടി നബി തങ്ങളോട് ചോദിക്കുകയാണ്, നന്മ കൊണ്ട് കൽപ്പിക്കാത്ത, തിന്മ കൊണ്ട് വിരോധിക്കാത്തതായ ഒരു സമുദായം കടന്നു വരുമേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുമ്പോൾ സ്വഹാബത്ത് നബി തങ്ങളോട് ചോദിക്കുകയാണ്, അവകായിനുൻ ദാലിക യാ റസൂലല്ലാഹ്, ഇതൊക്കെ ഉണ്ടാകുമോ ഹബീബേ? ഇതൊക്കെ ഈ ലോകത്ത് സംഭവിക്കുമോ ഹബീബേ? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇഹ്യാ ഉലൂമുദ്ദീൻ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി അശദ്ദു മിൻഹു സയകൂൻ. ഞാൻ ഈ പറഞ്ഞതിനേക്കാൾ ഏറ്റവും കാഠിന്യമായ, ഏറ്റവും മോശപ്പെട്ട ഒരു യുഗത്തിലേക്ക്, ഇതിനേക്കാൾ മോശപ്പെട്ട ഒരു യുഗത്തിലേക്ക് ജനങ്ങളെത്തും. ഈ പറഞ്ഞ സിറ്റുവേഷനൊക്കെ അപ്പുറത്തു. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ സഹാബത്തിന് അത് അറിയണം. അവർ ചോദിച്ചു, വമാ അശദ്ദു മിൻഹു യാ റസൂലല്ലാഹ്, ഇനി ഇതിനേക്കാൾ മോശപ്പെട്ട കാലഘട്ടം ഏതാ? നന്മ കൊണ്ടൊന്നും കൽപ്പിക്കുന്നില്ല, തിന്മ കൊണ്ട് വിരോധിക്കുന്നുമില്ല, ഇതിനേക്കാൾ മോശപ്പെട്ട കാലഘട്ടം ഏതാ? ഈ കാലഘട്ടം എന്തായാലും ആയി. ഇപ്പൊ നമ്മളിലുണ്ട്. വാപ്പ മക്കളോട് നിസ്കരിക്കാൻ പറയുന്നുണ്ടോ? ഏത് വാപ്പ പറയുന്നു? ഏത് ഉമ്മയാണ് മകളോട് മോളെ നീ നിസ്കരിക്കെന്ന് പറയുന്നത്? ഇന്നത്തെ തലമുറ അതൊന്നും പറയുന്നില്ല. ആകെ പറയുന്നത്, മോളെ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, വല്ലതും കഴിച്ചിട്ട് കിടക്കുന്ന പറയാ. നിസ്കരിച്ചോന്ന് ചോദിക്കുന്ന ചോദ്യം തന്നെ ഈ കാലഘട്ടത്തിൽ അപ്രസക്തമായി പോയി, ചോദിക്കാതായി പോയി. മക്കളോട് പേടിയാണ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. എന്നാൽ മുൻഗാമികളാകുന്ന പ്രവാചകന്മാരുടെ മദഹികൾ അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞത് അവരൊക്കെ സ്വന്തം കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുമായിരുന്നുവെന്ന്. സമയമില്ല, ഇല്ലെങ്കിൽ ആയത്തോ ഹദീസൊക്കെ എത്രയോ ഓതാ. واذكر في الكتاب إسماعيل إنه كان صادق الوعد وكان رسولا
നബിയ്യാ വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്തി وكان عند ربه مرضيا. ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പ്രായാധിക്യ സമയത്ത് അല്ലാഹു നൽകിയ ആദ്യത്തെ കൺമണിയല്ലേ. അദ്ദേഹത്തിന്റെ വിശേഷണം അല്ലാഹു പറയുകയാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം പ്രവാചകനാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാ. സ്വന്തം കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുമായിരുന്നു അദ്ദേഹമെന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പൊ നിസ്കാരം കൊണ്ട് കൽപ്പിക്കും, സകാത്ത് കൊണ്ട് കൽപ്പിക്കും, കുടുംബത്തോട് അഹ്ല് അയാലിനോട് കൽപ്പിക്കും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അഹ്ൽ എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യം വിടുക സ്വന്തം ഭാര്യ മക്കളോട്. മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം നിസ്കാരം കൊണ്ട് കൽപ്പിച്ചിരുന്നു എന്ന പരിശുദ്ധമായ ഖുർആൻ. ഇന്ന് എത്ര ഭർത്താക്കന്മാർ ഭാര്യയോട് നിസ്കരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്? അതൊക്കെ പോയി, അതൊക്കെ ആ പറച്ചിലേ ഇല്ല. നിസ്കരിച്ചോ എന്ന് ചോദിക്കല് തന്നെ ഇല്ല. അപ്പൊ അതൊക്കെ അഡ്ജസ്റ്റ്മെന്റിലുള്ളൊരു ജീവിതമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം അങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ചാൽ പിന്നെ ഇങ്ങോട്ടും ചോദിക്കും, നിങ്ങൾ നിസ്കരിച്ചോ എന്ന് ചോദിക്കുക. അങ്ങനത്തെ സൈസിനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ കൂടുതൽ ചോദ്യമൊന്നുമില്ല, ചോദ്യം വർത്താനൊന്നുമില്ല, നടന്നങ്ങനെ പോവാം. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഈ അടുത്തൊരു ഭർത്താവ് പറയുന്നുണ്ട്, ഞാനും ഭാര്യയും തമ്മിൽ പിണക്കത്തിലായിട്ട് വർഷങ്ങളായി. നിസ്കരിക്കാനൊക്കെ പള്ളിയിൽ ഇപ്പോൾ 5 വക്കത്ത് നിസ്കരിച്ചു കഴിഞ്ഞ് വരും. ഒരു മേശ ഞങ്ങളുടെ അപ്പുറത്ത് 2 ബെഡ്റൂമിലായിട്ടാണ് കിടക്കുന്നത്. ഒരു മേശ നടുക്കെ ഹാളിൽ ഇട്ടിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് ഭക്ഷണം അവൾ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടാവും. ഞാൻ അവിടെ ഇരുന്ന് കഴിക്കും, എഴുന്നേറ്റ് പോകും, പാത്രം എടുത്തുകൊണ്ട് അവൾ പോവും, കഴുകി വെക്കും. അടുത്ത വക്കത്ത് കറക്റ്റ് സമയം ഡിഷ കഴിഞ്ഞ് വരും. അപ്പൊ കറക്റ്റ് ഭക്ഷണം അവിടെ ഉണ്ടാവും, കറക്റ്റായിട്ട് കഴിക്കും. രാവിലത്തെ ഭക്ഷണം 9 മണിക്കാണ് ടൈം ടേബിൾ. ആ സമയം കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാവില്ല. 9:15 ഒന്ന് നോക്കിയാൽ സാധനം ഉണ്ടാവില്ല. അതും കൂടെ അടിച്ചിട്ടുണ്ടോ, 2 മുട്ടയും കൂടെ അവൾ കഴിച്ചു. അങ്ങനത്തെ നല്ല ഭാര്യ കിട്ടി. ഒരാൾ സങ്കടം പറഞ്ഞു, വർഷങ്ങളായിട്ട് അങ്ങനെയാണ്. ഒന്നിച്ച് താമസിക്കുന്നില്ല, ഒന്നിച്ച് ഉറങ്ങുന്നേ ഇല്ല. എന്തെങ്കിലും വിഷയങ്ങളോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇവള് കത്തെഴുതി വെക്കും. ഈ ഭക്ഷണത്തോടൊപ്പം തന്നെ സാധനങ്ങൾ തീർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ലിസ്റ്റൊക്കെ അവിടെ ഉണ്ടാവും. വെളിച്ചെണ്ണ 1 കിലോ, പച്ചമുളക്, മഞ്ഞപ്പൊടി ഒക്കെ അവിടെ എഴുതി വെക്കും. എന്നാലോചിച്ച് നോക്കും, അങ്ങനത്തെ ഒരു ജീവിതം. ഒരേ വീട്ടിലാണ്, അപ്പുറത്തും ഇപ്പുറത്തെ കിടക്കുന്നത്. ഇങ്ങനെ പല വീടുകളുണ്ട്. ഇപ്പൊ അയാളിതിപ്പോ നമ്മളോട് മനസ്സ് തുറന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അറിയുന്നു. അയാൾ പറയാണ്, ഉസ്താദിന്റെ ഒക്കെ പ്രസംഗം കേൾക്കുന്നവരും ഒക്കെ ആണ്. അപ്പൊ ഉസ്താദ് എന്ന് വാതിലൂടെ ഒക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എന്താവും, ഒരു മാറ്റം ഉണ്ടാവും. അതിനാണ്. കാരണം അയാൾ മടുത്തു. അയാൾ പറയാം, പ്രായം കൂടി വരികയാണ്. അള്ളാഹുരുടെ ജീവിതത്തിൽ ബറക്കത്ത് ചൊരിയട്ടെ. റാഹത്താകുന്ന ഐക്യം അള്ളാഹു നസീബാക്കട്ടെ. സന്തോഷകരമാകുന്ന ജീവിതം അള്ളാഹു നസീബാക്കട്ടെ. ചെറിയ വിഷയങ്ങളിൽ പിണങ്ങി അതങ്ങനെ പർവ്വതീകരിക്കപ്പെടുക. കുറച്ചുനാൾ അങ്ങനെ അങ്ങോട്ട് മാറിക്കിടക്കും. ആദ്യം ഒന്ന് ബെഡ്റൂം മാറും, പിന്നെ അതങ്ങോട്ട് മാറി. ചിലപ്പോൾ ഒരേ ബെഡിൽ തന്നെ തിരിഞ്ഞു കിടക്കാൻ തുടങ്ങും. പിന്നെ ഒരേ ബെഡ്റൂമിൽ തന്നെ 2 കട്ടിലാണ്. ഇപ്പോഴത്തെ ഫാഷനാണ് അതൊക്കെ. ഭർത്താവ് അങ്ങോട്ടും തിരിഞ്ഞു, ഭാര്യ ഇതൊക്കോട്ടും തിരിഞ്ഞു, അങ്ങനെ കിടക്കുക. പിന്നെ കുറച്ചുകൂടി മുമ്പ് വാപ്പ അവിടുന്ന് മാറി അപ്പുറത്ത് റൂമിലായി, ഉമ്മ അനിയത്തിയുടെ വീട്ടിലായി. ഇങ്ങനെയൊക്കെ മാറ്റിക്കിടത്താൻ ആര് നമ്മളോട് പറഞ്ഞു? 63 വയസ്സ് വരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചു. 25ാമത്തെ വയസ്സ് മുതൽ 63 വയസ്സ് വരെ വൈവാഹിക ജീവിതം നയിച്ചിട്ട് പ്രവാചകർ മാറിക്കടന്നിട്ടില്ല. ഭാര്യമാരോടൊത്ത് ഒന്നാച്ചാണ് ജീവിച്ചത്. അതിന് ഏറ്റവും ഒരു ഉദാഹരണമാണ് അവസാനം വഫാത്താകുന്ന വേള ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ തലവെച്ച് കിടന്നിട്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത്. കുടുംബ ജീവിതത്തിന് ഇതിനേക്കാൾ വലിയ മകുട ഉദാഹരണം വേറെ വേണ്ട. അള്ളാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. ആ ജീവിതം നമ്മൾക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചെറിയ വിഷയത്തിൽ പണങ്ങുന്നതാ, പിന്നെ അത് പർവ്വതീകരിക്കും. പെണ്ണുങ്ങൾക്ക് പിന്നെ അതിൽ ലാക്കായി. കാരണം വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, രാത്രി റീൽസ് ഒക്കെ ഇടാനുണ്ട്. അപ്പോൾ ഭർത്താവും കൂടെ എന്തെങ്കിലും ശരിയാവൂല. ഒറ്റയ്ക്കിരുന്ന് റൂമിൽ ഇരുന്നിട്ട് നല്ല തുള്ളിച്ചാടി 2 റീൽസ് ഒക്കെ ഇട്ട് റാഹത്തായി സെറ്റായി. ഭർത്താവ് ഉണ്ട്, ഇതൊന്നും നടക്കൂല. അപ്പൊ പിന്നെ ഭർത്താവ് അങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ, തൽക്കാലം അവിടെ കൊണ്ടുവന്ന് വെച്ചു കൊടുത്താൽ മതി. എന്തെങ്കിലും ഇങ്ങോട്ട് പറയാനുണ്ടെങ്കിൽ അദ്ദേഹം ഒരു കത്തെഴുതും. അദ്ദേഹം പറയും, എനിക്ക് കൂടുതൽ പറയാനൊന്നും അറിയില്ല, എന്തെങ്കിലുമൊക്കെ വിഷയമുണ്ടെങ്കിൽ അവിടെ കിടന്ന് ഒച്ചയിടും. അതേ ഉള്ളൂ. എഴുതാനൊന്നും അദ്ദേഹത്തിന് വലിയ വശയില്ല. ഇങ്ങനെ എത്രയോ കുടുംബങ്ങൾ ഈ രീതിയിൽ പോകുന്നവരുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ അങ്ങനെ മക്കളോട്, ഭാര്യയോട് ഉപദേശമില്ല. പിന്നെ അങ്ങനെ മക്കളോട് തന്നെ പറയാ. മക്കളോട് നിസ്കരിക്കാൻ എത്ര പേര് പറയുന്നുണ്ട്? وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك
വൽആഖിബതു ലിത്തഖ്വാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ലോകരെ ഉണർത്തുകയാണ്. നബിയേ നബിയേ, തങ്ങൾ നമസ്കാരം കൊണ്ട് അഹ്ലിനോട് കൽപ്പിക്കണേ റസൂലേ. വഅമുർ അഹ്ലക ബിസ്സലാ, നീ നിന്റെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. സ്വന്തം ഭാര്യയോട്, മക്കളോട്, കുടുംബത്തോട് നിസ്കാരം കൊണ്ടുള്ള കൽപ്പന നിർബന്ധമാണ്, നിർബന്ധമാണ്. വസ്തബിർ അലൈഹാ, ആ നിസ്കാരം പരിപൂർണമായി ശ്രദ്ധ ചെലുത്തുന്നതിന് മേൽ പൂർണ്ണമായി ക്ഷമ അവലംബിച്ച് നിലകൊള്ളണേ എന്നും പരിശുദ്ധമായ ഖുർആൻ. ലാ നസ്അലുക റിസ്ഖാ, നിങ്ങളോട് നാം റിസ്ഖിനെ തേടുന്നില്ല. നിങ്ങൾക്ക് വീട് വേണോ, വാഹനം വേണോ, വസ്ത്രം വേണോ, ഭക്ഷണം വേണോ, ഈ വിഭവങ്ങളൊക്കെ നൽകുന്നത് നാമാണ്, അല്ലാഹുവാണ്. നഹ്നു നർസുഖുക, നാം നിങ്ങൾക്ക് വിഭവങ്ങൾ നൽകുന്നതാണ്. നിങ്ങൾ അല്ലാഹുവിന് ഒന്നും നൽകേണ്ടതില്ല. അല്ലാഹുവിന് പാല് വേണ്ട, അല്ലാഹുവിന് തേന് വേണ്ട. പാലഭിഷേകവും തേനഭിഷേകവും പടച്ച റബ്ബിന് ആവശ്യമില്ല. നിങ്ങൾ അല്ലാഹുവിന് ഭക്ഷണം നൽകേണ്ടതില്ല. നഹ്നു നർസുഖുക, അല്ലാഹു പറയുകയാണ്, നാമാണ് നിങ്ങൾക്ക് റിസ്ഖ് നൽകുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിസ്കാരം കൃത്യമായി നിർവഹിക്കണേ. നിങ്ങൾക്ക് റിസ്ഖ് നാം നൽകുന്നതാണ്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലു ഫീ കിതാബിൻ മുബീൻ. ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങൾക്കും ആഹാരം നൽകുന്നവൻ അല്ലാഹുവാണ്, അല്ലാഹുവാണ്. അതുകൊണ്ട് റബ്ബ് റിസ്ഖ് നിങ്ങൾക്ക് നൽകണമെങ്കിൽ നിങ്ങൾ കുടുംബത്തോടൊപ്പം നമസ്കരിക്കുകയും കുടുംബത്തെ നിസ്കാരത്തിൽ ശ്രദ്ധ ചെലുത്താൻ കൽപ്പിക്കുകയും ചെയ്യണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും അവരെ നിസ്കാരമുള്ളവരാക്കി തീർക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് റിസ്ഖ് വിശാലമാകും. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റിസ്ഖ് എന്ന് പറഞ്ഞാൽ എന്താ? റിസ്ഖ് എന്ന് പറഞ്ഞാൽ ആഹാരം മാത്രമല്ല, ഭക്ഷണം മാത്രമല്ല, പിന്നെന്താ? വീട്, വാഹനം, വസ്ത്രം, അതുപോലെ തന്നെ അതിന് ഉൾപ്പെട്ടതാണ് ഭക്ഷണം. ഇതെല്ലാം കൂടി ഉള്ളതാ വിഭവങ്ങൾ. ഇതെല്ലാം അല്ലാഹു നൽകും. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. നിസ്കാരം 5 വഖത്ത് ശ്രദ്ധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ എല്ലാ കാര്യങ്ങളും നടപടിയാക്കും എന്നർത്ഥം. വേറൊന്നും വേണ്ട. കറക്റ്റായി 5 വഖത്ത് ജമാഅത്തായ പുരുഷന്മാർ അവ്വൽ വഖത്തിൽ വീടിന്റെ പള്ളിക്ക് അകത്തളത്തിൽ നിസ്കരിക്കണം. സ്ത്രീകൾ അവ്വൽ വഖത്തിൽ വീടിന്റെ അകത്തളങ്ങൾ നമസ്കാരം നിർവഹിക്കണം. മുടങ്ങാൻ പാടില്ല. മാത്രമല്ല കുടുംബത്തോടൊക്കെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. എപ്പോഴും ആ കൽപ്പന ഉണ്ടാകണം. അതാണ് ഖുർആൻ പറഞ്ഞത്, വഅമുർ അഹ്ലക. ഭാര്യയോടൊക്കെ എപ്പോഴും ചോദിക്കണം, സ്കരിച്ചോ. സുബൈക്ക് രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ അവരെ വിളിച്ചുണർത്തണം. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് സുന്നത്ത് നമസ്കരിച്ച് ഭാര്യയെ വിളിച്ചുണർത്തുമ്പോൾ ഭാര്യ എഴുന്നേറ്റില്ല എങ്കിൽ അവളുടെ മുഖത്തൽപ്പം വെള്ളം തളിച്ചാൽ തീർച്ചയായും അള്ളാഹുവിനെ കരുണ ചൊരിയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത വിഭാഗമാണ്. ഒരു പെണ്ണ് എഴുന്നേറ്റു, രാവിലെ എഴുന്നേറ്റു, 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചു, ഭർത്താവിനെ വിളിച്ചുണർത്തുന്നു. ജോലി തിരക്കുകളാൽ വൈകുന്നേരം വൈകി വന്ന് കടന്നുറങ്ങിയതാകുന്ന ഭർത്താവ് ക്ഷീണിതനാണ്, ഞാൻ അല്പം കൂടി ഉറങ്ങട്ടെ എന്ന് പറയുമ്പോ അള്ളാഹു നമുക്ക് മനോഹരമായ വീട് നൽകിയില്ലേ? അംഗവൈകല്യമൊന്നുമില്ലാത്ത നല്ല മക്കളെ, സാലിഹ്യങ്ങളായ മക്കൾ അള്ളാഹു സമ്മാനിച്ചില്ലേ? നല്ല വാഹനവും നല്ല വീടും സൗകര്യമൊക്കെ നൽകിയില്ലേ ഇക്ക എന്ന് പറഞ്ഞ് സ്വന്തം ഭർത്താവിനെ വിളിച്ചുണർത്തുമ്പോ വിഷമത്തോടുകൂടി കടന്നുറങ്ങുന്ന ഭർത്താവിന്റെ മുഖത്തേക്ക് ഒരല്പം വെള്ളം തളിച്ചിട്ട് എഴുന്നേൽപ്പിക്കുന്ന സഹോദരിക്ക്, ഭാര്യയ്ക്ക് അള്ളാഹു കരുണ ചൊരിയട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി. ഇതങ്ങളുടെ ദുആ ആണ്. സമയമില്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഓതി പറയാത്തത് ഒക്കെ ഹദീസാണ്. അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട അമലാണ്. കൽപ്പന ഉണ്ടാവണം. ആ കൽപ്പന ഈ ലോകത്ത് നിന്ന് എന്ന് അസ്തമിക്കുന്നോ അന്ന് ഈ ലോകത്തിന്റെ നാശമാണ്. നന്മ കൊണ്ടുള്ള കൽപ്പന, തിന്മ കൊണ്ടുള്ള തടയൽ, അത് അനിവാര്യമാണ്. അതാണ് കലാലയങ്ങളിൽ നടത്തുന്നത്, ദീനീ സ്ഥാപനങ്ങൾ നടക്കുന്നതാ. മക്കളോട് നല്ല കാര്യങ്ങൾ കൽപ്പിക്കുന്നു. നിസ്കാരം 5 വഖത്ത് ചിട്ട വെപ്പിക്കുകയാണ് ഈ 500ഓളം വിദ്യാർത്ഥികൾ, ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ.
5 വഖത്ത് ജമാഅത്തായി അവരെ നിസ്കരിപ്പിക്കുന്നു. ചെറുപ്പം മുതലേ ഒരു ശീലം കൊടുക്കാൻ. തിന്മകൾ കാണുമ്പോൾ ഉസ്താദുമാരെ തർബിയത്ത് ചെയ്യാണ്, മോനെ അത് പാടില്ല, അങ്ങനെ ചെയ്യരുത്, പ്രത്യേകം പറഞ്ഞു കൊടുക്കാൻ. മുതിർന്നവരോട് എന്തെങ്കിലും മോശമായി പെരുമാറിയാൽ പാടില്ല, അങ്ങനെ ചെയ്യരുതെന്ന് പറയുക. എന്തെങ്കിലും തിന്മകൾ ഉണ്ടായാൽ പരിപൂർണമായി അത് പാടില്ല എന്ന് പറഞ്ഞ് വിലക്കുകയാണ്. അങ്ങനെ തർബിയത്ത് കൊടുക്കാൻ. ഇത് ഈ ലോകത്ത് എന്ന് അസ്തമിക്കുന്നു, ലോകത്തിന്റെ അവസാനമാണ്, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇത് ഉണ്ടാകുമ്പോഴാണ് കുന്തും ഖൈറ ഉമ്മത്തിൻ, നിങ്ങൾ ഏറ്റവും ഉത്തമമായ സമുദായമാകുക. നല്ല സമുദായം എന്ന് പറയുന്നത് എപ്പോഴാണ്? നന്മ കൊണ്ടുള്ള കൽപ്പന വേണം, തിന്മ കൊണ്ടുള്ളതാകുന്ന തടയൽ വേണം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കൈഫംതും ഇദാ റഅയ്തുമുൽ മഅറൂഫ മുൻകറാ വൽ മുൻകറ മഅറൂഫാ. ഒരു കാലഘട്ടം കടന്നു വരും സഹാബ, അന്ന് നന്മയെ തിന്മയായി കാണുന്ന കാലമാണ്, തിന്മയെ നന്മയായി കാണുന്ന യുഗമാണ്. അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്താകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി ഖാലൂ. സഹാബത്ത് നബി തങ്ങളോട് വീണ്ടും ചോദിക്കുകയാണ്, അവകാഇറുൻ ദാലിക യാ റസൂലല്ലാഹ്, നന്മയെ തിന്മയായി കാണുന്ന യുഗം വരുമോ ഹബീബേ? തിന്മയെ നന്മയായി കാണുന്ന ഒരു കാലഘട്ടം ഈ ലോകത്തുണ്ടാകുമോ ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി അശദ്ദു മിൻഹു സയകൂൻ. ഇതിനേക്കാൾ മോശപ്പെട്ട യുഗത്തിലേക്ക് ലോകമെത്തിപ്പെടുമേ സ്വഹാബ. ഇതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയിലേക്ക് എത്തും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്താണ് ആദ്യം പറഞ്ഞത്? നന്മ കൊണ്ടുള്ള കൽപ്പനയില്ല, തിന്മ കൊണ്ടുള്ള വിരോധനമില്ല, അങ്ങനത്തെ ഒരു കാലഘട്ടം. അതിനേക്കാൾ മോശപ്പെട്ടതാ ഇപ്പൊ പറഞ്ഞത്. എന്ത്? നന്മയെ തിന്മയായി കാണുന്ന ഒരു കാലഘട്ടം വരും, തിന്മയൊക്കെ നന്മയായി കാണുന്ന ഒരു കാലഘട്ടവും വരും. അതാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലേക്ക് ഇതെല്ലാം ഉണ്ട്, ഇതെല്ലാം ഇപ്പൊ ഫിറ്റാണ്. ഇപ്പൊ സിനിമ പിടിക്കുന്ന പരിപാടി, ഇപ്പൊ ഇറങ്ങുന്ന പുതിയ സിനിമകളൊക്കെ 50 കോടി 100 കോടി 1000 കോടി കണക്കാണ്. കോടികളുടെ കണക്കേ പറയാനുള്ളൂ, ലക്ഷത്തിന്റെ കണക്കൊന്നുമില്ല, ഒക്കെ പോയി. ഇത് കേൾക്കുമ്പോൾ പുതിയ പണക്കാര്, പുത്തൻ പണക്കാരായ മുസ്ലിമീങ്ങൾ ഒക്കെ ചെറുപ്പക്കാരായ ആളുകളൊക്കെ കൊണ്ടുവന്ന് പണം കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ. എന്തിന്? സിനിമ പിടിക്കാൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പുതിയ തലമുറക്ക് അങ്ങോട്ടാ താല്പര്യം. ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ താല്പര്യമാണ്. അതിന്റെ പിറകെ കൊണ്ടുവന്ന് ചെലവഴിക്കാൻ, പൈസ കൊണ്ടുപോയി ചെലവഴിക്കാൻ, ലക്ഷങ്ങൾ കോടികൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഞങ്ങൾക്കൊരു സിനിമാ നടിയുടെ തോളത്ത് കൈയിട്ടൊരു ഫോട്ടോ എടുക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ അത് മതിയെന്ന് പറഞ്ഞ് എല്ലാ ഹാജിയാക്കന്മാരും അങ്ങോട്ട് ഇറങ്ങിയിരിക്കാം. മുമ്പ് കാബയുടെ കില്ല പിടിച്ച കൈയുമായിട്ട് ഇപ്പോ പെണ്ണുങ്ങളുടെ തോളത്ത് കൈയിടാൻ നടക്കുക. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ടാണല്ലോ ഇപ്പോ ഒരു കാലഘട്ടത്തിൽ പാണക്കാട് സാദാത്യങ്ങളും അതുപോലെ സമസ്തയുടെ സമുന്നതരായ പണ്ഡിതന്മാരും ഒക്കെ ഉദ്ഘാടിച്ചിരുന്നതാകുന്ന ജ്വല്ലറികളൊക്കെ ഇന്ന് ഉദ്ഘാടിക്കുന്നതാരാ? കെട്ടിവെച്ച പെണ്ണുങ്ങളെ കൊണ്ടുവരിക, 10 മണിയാകുമ്പോൾ അവളെ കൊണ്ടുവന്ന് ഉദ്ഘാടിക്കുക. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. മുമ്പ് വലിയ വലിയ സാദാത്യങ്ങളും വലിയ വലിയ ആലിമീങ്ങളൊക്കെ കൊണ്ടുവന്ന കട ഉദ്ഘാടിച്ചിരുന്നു. ഇപ്പൊ അവരെ കൊണ്ടുവരുന്ന എപ്പോഴാ? രാത്രിയിൽ അരണ്ട വെളിച്ചത്തിൽ 4:30 മണിക്ക് കൊണ്ടുവരുള്ളൂ. സുബൈക്ക് മുമ്പ് കൊണ്ടുവരുത്തി, സുബൈക്ക് മുമ്പ് കൊണ്ടുവരുന്നു. ഷട്ടർ 3/4 ഭാഗം താഴ്ത്തു, എന്നിട്ട് അടിയിൽ കൂടെ എഴഞ്ഞു കയറിക്കണം. ഇല്ലെങ്കിൽ പുറവ് വഴി ഒരു വഴിയുണ്ട്, അതിലേ കയറ്റുള്ളൂ. ഫ്രണ്ടിലത്തെ വഴി ആർക്കുള്ളതാ? 10 മണിക്കില്ല അവള് വരും. അവള് വരുമ്പോഴത്തേക്ക് തുറക്കുള്ളൂ. ഹാജിയാർക്കപ്പോൾ അവളുടെ കൂടെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. ആയത്തായിട്ട് 10 ഹജ്ജ് ചെയ്ത് 11ാമത്തെ ചെയ്തുകൊണ്ടിരിക്കുക. ഹജ്ജ് എന്ന് പറഞ്ഞാൽ കരുതുക എന്നാണല്ലോ, ഒരു കരുതലായി ഇവളോടെ ചേർന്ന് നിൽക്കുക. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുക. ഇതൊക്കെ ഇപ്പൊ നടക്കുന്ന പറയുമ്പോ പൊള്ളു. നമ്മുടെ ഈ സമുദായത്തിലെ പണച്ചാക്കുകളായ ആളുകളുടെ ഏറ്റവും മോശപ്പെട്ട പ്രവണതകളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. കീഴിലുള്ളതാകുന്ന പൈസ മുഴുവനും കൊണ്ടുപോയി സിനിമ പിടിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതാകുന്ന മുസ്ലിം സമുദായത്തിലെ പണക്കാരായ ആളുകൾ. നമ്മുടെ സവിധത്തിലുണ്ടല്ലോ പ്രിയപ്പെട്ടതാകുന്ന ഫാത്തിമ ബീവി, അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. കയ്യിലുള്ളതാകുന്ന സമ്പാദ്യം മുഴുവനും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി കൊടുക്കാൻ ഒരു കാലഘട്ടത്തിൽ അമുസ്ലിമായി നിലകൊണ്ടതാകുന്ന സഹോദരി പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശാദ്ര തീരത്തേക്ക് കടന്നു വന്നപ്പോ എന്റെ കയ്യിലുള്ളത് മുഴുവനും ദീനിന് വേണ്ടി കൊടുക്കലാണ് ഏറ്റവും വലിയ മഹത്വം എന്ന് മനസ്സിലാക്കി തന്റെ സമ്പാദ്യം മുഴുവനും ആലിമീങ്ങളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി 55 വർഷം മുമ്പ് ഈ പരിശുദ്ധമായ ദീനിന് വേണ്ടി കൊടുത്തത് ഇന്നും ഖബറിൽ അതിന്റെ പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭ അനുഭവിച്ചുകൊണ്ട് സിയാറത്തിന്റെ മഹത്വം അനുഭവിച്ചുകൊണ്ട് മഹിളകൾ ഇവിടെ കടക്കാൻ.
അവർക്ക് കിട്ടുന്ന നേട്ടം എത്ര വലുതാണ് ആലോചിച്ചു നോക്ക് നിങ്ങൾ. നമ്മുടെ ഈ സമുദായോ ജനിച്ചപ്പോഴേ വിശ്വാസിയാണ്, എന്നിട്ട് കാണിക്കുന്നതോ മുഴുവൻ ശുദ്ധ തെമ്മാടിത്തരം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഈമാൻ പോയി, നഷ്ടപ്പെട്ടു പോയി. അതാണ് വീട് ഉദ്ഘാടിക്കാനും കട ഉദ്ഘാടിക്കാനും ഒക്കെ നമ്മൾ ഇന്ന് കൊണ്ടുവരുന്നത് 40 ലക്ഷവും 50 ലക്ഷവും ഒക്കെ കൊടുത്തിട്ട് നടന്മാരെയും നടിമാരുടെയും ഡേറ്റ് നോക്കിയിട്ട് ഹാജിയാര് നടക്കാൻ, സിനിമ പിടിക്കാൻ നടക്കുക, കോടികൾ ഉണ്ടാക്കാൻ നടക്കുകയാണ് ഈ നാട്ടിലേതാകുന്ന സമുന്നതരാകുന്ന വലിയ വലിയതാകുന്ന പണച്ചാക്കുകൾ. എത്ര പണക്കാർ ഈ സദസ്സിലുണ്ട് നിങ്ങൾ തന്നെ പറയും. ഈ നാട്ടിലേതാകുന്ന പൗരപ്രമുഖരാകുന്ന എത്ര പണക്കാർ നമ്മുടെ വാലിന്റെ മജ്‌ലിസിൽ വരുന്നുണ്ട്, എത്ര നേരം ഒരു മജ്‌ലിസുകൾ ഇരിക്കുന്നുണ്ട്, ഇൽമു പഠിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്, പരിശുദ്ധമായ ദീനിനെ കൃത്യമായി സഹായിക്കുന്ന എത്ര ആളുകളുണ്ട്. ദീനിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ആലോചിച്ചു നോക്കണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവസാന കാലഘട്ടമാകുമ്പോ ഫവല്ലാഹി മൽ ഫഖറ ഖശാ അലൈക്കും വലാകിൻ ഖശാ അലൈക്കും അൻ തുബസത ദുനിയാ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, നിങ്ങൾക്ക് ദാരിദ്ര്യം ഞാൻ ഭയക്കുന്നില്ല സഹാബ, മുഹമ്മദ് നിങ്ങളെ മേൽ ഭയക്കുന്നത് സമ്പത്താണ്, സമ്പത്താണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറയുകയാണ്, ഫവല്ലാഹി അല്ലാഹുവിനെ തന്നെ സത്യം ചെയ്തുകൊണ്ട് ഈ മുഹമ്മദ് നിങ്ങളോടൊരു കാര്യം പറയട്ടെ, മൽ ഫഖറ അഖശാ അലൈക്കും, നിങ്ങളുടെ മേൽ ഈ ഉമ്മത്തിന്റെ മേൽ ഞാൻ ദാരിദ്ര്യത്തെ ഭയക്കുന്നില്ല, വലാകിൻ അഖശാ അലൈക്കും അൻ തുബസത ദുനിയാ കമാ ബുസിതത് അലാ മൻ കാന ഖബലകും. മുൻഗാമികളായ ആളുകൾക്ക് ദുനിയാവ് വിശാലമായതുപോലെ നിങ്ങൾക്ക് ദുനിയാവ് വിശാലമാകലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പാട് സഹാബ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഫതനാഫസുഹാ കമാ തനാഫസുഹാ. മുൻഗാമികൾ ദുനിയാവിന് വേണ്ടി മത്സരിച്ചതുപോലെ നിങ്ങളും ദുനിയാവിന്റെ പിറകെ ഓടി അത് കിട്ടാൻ വേണ്ടി അതിനു വേണ്ടി പരിശ്രമിച്ച് പലിശയിലൂടെയുള്ള ജീവിതം നയിച്ച് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാൻ വേണ്ടി ഹറാമായ തലം തേടുന്നതായ ആളുകളില്ലേ. സിനിമയുടെ പ്രൊഡ്യൂസറായി, സിനിമയുടെ സംവിധായകരായി, അതിന്റെ ഡയറക്ടറായി, ആ സിനിമാ നടന്മാരുമായി നടിമാരുമായി ബന്ധം പുലർത്തി ജീവിതത്തെ ഹോമിക്കുന്നതായ ആളുകളായി നിങ്ങൾ മാറുമേ. ഫതുഹ്ലികകും കമാ അഹ്ലകതും. മുൻഗാമികൾ നശിച്ചതുപോലെ ദുനിയാവിന്റെ പിറകെ ഓടി ഓടി നടന്ന് മുൻഗാമികൾ നശിച്ചതുപോലെ നിങ്ങളും നശിക്കുമേ എന്നും നബിയുനാ റസൂലുള്ളാഹി. അദ്ദുനിയാ ജിഫാ വത്വാലിബുഹാ കിലാബ്. ദുനിയാവ് ശവമാണ്, അത് തേടുന്നവൻ നായയാണ്. ശവം തിന്നുന്നത് നായയല്ലേ. മനുഷ്യന്റെ പ്രകൃതമല്ല, മനുഷ്യന്റെ ശൈലിയല്ല. സാലിഹീങ്ങളാകുന്ന മഹത്തുക്കൾ അതുകൊണ്ട് തന്നെ ദുനിയാവിനെ ത്വലാക്ക് ചൊല്ലിയവരാണ്. ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതനാ ത്വലഖു ദുനിയാ വഖാഫുൽ ഫിതനാ നളറു ഫിഹാ فلما علموا أنها ليست لحي وطنا. മുൻകഴിഞ്ഞു പോയ മഹത്തുക്കൾ, മഹാരഥന്മാർ, വീരാൻ ഔലിയാഉപ്പ പടക്കമുള്ള എത്രയോ സമുന്നതരാകുന്ന മഹത്തുക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരെല്ലാം മനസ്സിലാക്കിയത് ഒരേ ഒരു കാര്യമാണ്, ഒരേ ഒരു ചിന്തയാണ്. ഈ ദുനിയാവ് നശ്വരമാണ്, നശിക്കുന്ന ലോകമാണ്, നശിക്കുന്ന യുഗമാണ്. അനശ്വരവും അനന്തവുമാകുന്ന ലോകത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവനല്ലേ യഥാർത്ഥ വിജയി. ഈ ദുനിയാവ് നശിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇതിനെ ത്വലാക്ക് ചൊല്ലുകയാണ്. ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതനാ ത്വലഖു ദുനിയാ വഖാഫുൽ ഫിതനാ.
നാളെ കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തി കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുമെന്നുള്ള മനസ്സിലാകൽ ഉണ്ടായതുകൊണ്ട് ദുനിയാവിനെ ബുദ്ധികൂർമ്മതയുള്ള മഹത്തുക്കളൊക്കെ ത്വലാഖ് ചൊല്ലുകയാ, പരിപൂർണമായി ഒഴിവാക്കുകയാ. നമ്മളോ ദുനിയാവിനെ വെട്ടിപ്പിടിക്കുക, ദുനിയാവ് ഉണ്ടാവാൻ വേണ്ടി പരിശ്രമിക്കുക, ഓടി നടക്കുക. പുതിയ സിനിമ ഒക്കെ റിലീസ് ചെയ്ത പടങ്ങളൊക്കെ റിലീസ് ചെയ്തതിന്റെ ഒക്കെ പ്രൊഡ്യൂസറും സംവിധായകരൊക്കെ ആരാ? പോയി നോക്ക് നിങ്ങൾ. ഒക്കെ നമ്മുടെ കൗമാൻ ചെറുപ്പക്കാരായ ആളുകളൊക്കെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക, സിനിമ പിടിക്കാൻ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. എവിടെ എത്തിപ്പോയി? അതാ ഞാൻ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് എത്ര കറക്റ്റ് ആണ്. കൈഫ അൻതും ഇദാ റഅയ്തുമുൽ മഅറൂഫ മുൻകറൻ വൽ മുൻകറ മഅറൂഫ. തിന്മകളെ നന്മയായി കാണുന്ന ഒരു കാലഘട്ടം വരും. സയ്യിദുനാ റസൂലുള്ളാഹി. സിനിമ പിടിക്കുക, സിനിമ കാണുക, സീരിയൽ ദർശിക്കുക, റീൽസ് കളിക്കുക, ഇതൊന്നും ഒരു വിഷയമല്ല മൂല്യാരെ എന്ന് പറയുന്ന യുഗത്തിലേക്ക് ലോകം എത്തിപ്പെടുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. തിന്മകളൊക്കെ നന്മയായി കാണും. കണ്ടോ, അന്ന് 1400 വർഷം മുമ്പ് നബിതങ്ങൾ ആശങ്കപ്പെട്ടത് ഇന്ന് ഈ ഉമ്മത്തിൽ സംഭവിക്കാം. എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? നിങ്ങൾ പറയും. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയേ നബിയേ അവകാഇനു ദാലിക യാ റസൂലല്ലാഹ്, ഈ പറഞ്ഞതൊക്കെ ലോകത്തിന് ഉണ്ടാകുമോ ഹബീബേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അശദ്ദു മിൻഹു സയകൂൻ, ഇതിനേക്കാൾ വലിയ നാശത്തിലേക്ക് ഈ ലോകം എത്തിപ്പെടുമേ സ്വഹാബ. നബിയുനാ റസൂലുള്ളാഹി. സ്വഹാബത്ത് ചോദിക്കുകയാണ്, വമാ അശദ്ദു മിൻഹു യാ റസൂലല്ലാഹ്, ഇതിനേക്കാൾ മോശപ്പെട്ട യുഗം ഏതാണ് നബിയേ? പറയുമോ ഹബീബേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, കൈഫ അൻതും ഇദാ അമർതും ബിൽ മുൻകരി വനഹൈതും അനിൽ മഅറൂഫ്. ഇനി ഒരു കാലഘട്ടം കടന്നു വരും, അന്ന് തിന്മ കൊണ്ടുള്ള കൽപ്പന നിങ്ങൾക്കുണ്ടാകുമേ, നന്മ കൊണ്ടുള്ള തടയൽ നിങ്ങളിൽ ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നന്മ ചെയ്യാൻ സമ്മതിക്കൂല, തിന്മ കൊണ്ട് കൽപ്പിക്കും, തിന്മ ചെയ്യാൻ പറയും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. തിന്മ ചെയ്യാൻ കൽപ്പിക്കാണ്, ആണ് മനസ്സിലാക്കേണ്ടത്. തിന്മ ചെയ്യാൻ കൽപ്പിക്കും, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്നർത്ഥം. നിങ്ങളെ കൊണ്ട് നിർബന്ധം പിടിപ്പിക്കും. നന്മ ചെയ്യുന്നതിനെ തൊട്ട് തടയും, പറ്റൂല എന്ന് പറയും. കൈഫ അൻതും ഇദാ നഹൈതും ബിൽ മഅറൂഫി വഅമർതും ബിൽ മുൻകർ. തിന്മ കൊണ്ട് നിങ്ങളോട് കൽപ്പനയുണ്ടാവും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതൊക്കെ ഇന്ന് ഈ ലോകത്ത് വന്നു കഴിഞ്ഞു. ആളുകളൊക്കെ നിസാരവൽക്കരിക്കുകയാണ്. ചെറുപ്പക്കാരായ ആളുകളൊക്കെ ലഹരിയുടെ പുറകിലാണ്. സ്വന്തം കൂട്ടുകാരെ തന്നെ നിർബന്ധിച്ച് കുഴപ്പമൊന്നുമില്ല, സാധനം ഇച്ചിരി അടിച്ചു നോക്ക്, സെറ്റാവും, നല്ല ധൈര്യം ഉണ്ടാകും, അടിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുക. ഈ അടുത്ത് നിസാം എന്ന ഒരു സഹോദരൻ, അദ്ദേഹം റിപ്പോർട്ടർ ചാനൽ വന്നുകൊണ്ട് പരസ്യമായി പറഞ്ഞ വീഡിയോ നിങ്ങളൊക്കെ കണ്ടു കാണും. എന്റെ കൂട്ടുകാരും ഒന്നിച്ച് 22ാമത്തെ വയസ്സിൽ അദ്ദേഹം പറയാൻ, കോഴിക്കോടുള്ളതാകുന്ന കടപ്പുറത്തേക്ക് ഞങ്ങൾ പോയതാണ്. ഒരാഴ്ചയിൽ ഞങ്ങളൊരു വിസിറ്റിങ്ങിന് വേണ്ടി പോയതാണ്. അപ്പൊ കൂട്ടുകാരെ നിർബന്ധിച്ചു, നല്ല ധൈര്യമുണ്ടാകാൻ MDMA എന്നറിയപ്പെടുന്ന ഈ ലഹരി കൈ തന്നിട്ട് സാധനം അടിച്ചു നോക്കാൻ പറയാൻ. കൂട്ടുകാരുടെ നിർബന്ധം ഉണ്ടോ, അവരുടെ കൽപ്പനയാണ്. നമ്മുടെ കൂട്ടത്തിരിക്കുമ്പോ ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും, സ്വല്പം അടിക്ക് ഫിറ്റാട്ടെ. അപ്പൊ നിർബന്ധം നിമിത്തം പിള്ളേരല്ലേ നമ്മുടെ കൂട്ടുകാരെ, ഇനി അവന്മാരുമായിട്ട് തെറ്റുണ്ടാന്ന് കരുതിയിട്ട് പഞ്ചസാര തരി പോലുള്ള ഈ സാധനം ഒന്ന് ചുണ്ടിനടിയിലോട്ടൊന്ന് വെച്ചാൽ 48 മണിക്കൂറിനുള്ളിൽ പിന്നെ അവൻ അതിന് അഡിക്റ്റാണ്. പിന്നെ ഇത് കിട്ടിയില്ലെങ്കിൽ അവൻ എന്തും ചെയ്യും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്തും ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇത് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും, അഡിക്റ്റാവുകയാണ്. അങ്ങനെയുള്ള കുട്ടികളാണ് പിന്നീട് എന്താകുന്നത്, സ്വന്തം മാതാവിനെ പോലും കടിത്തറത്ത് കൊല്ലാൻ വേണ്ടി തയ്യാറാകുന്നത്. കൊടുവാൾ കൊണ്ട് വെട്ടി 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 ഉമ്മയെ നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞതാകുന്ന ചെറുപ്പക്കാരനോടും മുസ്ലിം ചെറുപ്പക്കാരനോടും പോലീസ് ചോദിച്ചു, എന്തിനാണ് നിഷ്ഠൂരമാക്കപ്പെട്ട ഈ കൊല നീ ചെയ്തത്? എന്റെ ഉമ്മ എനിക്ക് ജന്മം നൽകിയതിന്റെ പേരിലാണെന്ന് പരസ്യമായി ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ പറഞ്ഞത് ഈ സിന്തറ്റിക് ലഹരിയുടെ പേരിലാണ്. ഈ ലഹരിക്ക് അടിമപ്പെട്ട ചെറുപ്പക്കാരനാണ്. എവിടേക്ക് നമ്മുടെ മക്കൾ എത്തിയെന്ന് നിങ്ങൾ ചിന്തിക്കണം. അതാണ് അതിനെ അഡിക്റ്റ് ആകുക എന്ന് പറഞ്ഞ അർത്ഥം.
ചെറുപ്പക്കാരൻ പറയാ 22 വയസ്സുള്ള സമയത്ത് ഞാൻ ഇതൊന്നെടുത്ത് ചെറുതായിട്ടൊന്ന് വെച്ച് കടപ്പുറത്ത് പോയിരിക്കല്ലേ, റാഹത്തല്ലേ, കണ്ണിന് കുളിർമയുള്ള കാഴ്ചകൾ, തരുണി മണികളൊക്കെ പോകുന്നുണ്ട്, എന്നാ പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇതും ഇരിക്കട്ടെ എന്ന് റാഹത്തായി, മുറാദ് ഹാസിലായി. ഇത് കഴിച്ചതോടുകൂടി സംഭവം എന്തായി, ഒരു ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഹാല് മാറി, ജദ്ബിലേക്ക് വന്ന് പിറ്റേ ദിവസം എത്തിയപ്പോഴത്തന്നെ ഈ സാധനം വേണം. അപ്പൊ അവന്മാരെ വിളിച്ചപ്പോ അവന്മാര് പറഞ്ഞു സംഭവം കിട്ടണമെങ്കിൽ വയനാട്ടിൽ ഓർമ്മ 1500 രൂപ എടുത്തിട്ട് വയനാട്ടിൽ പോയി ഈ സാധനം വാങ്ങുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കോ ഈ സാധനം പിന്നീട് എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, 10,000 രൂപ കൊടുത്തിട്ട് ഒരല്പം കൂടുതൽ വാങ്ങിച്ചു വെച്ചു. കാരണം ഇത് സാധനം തപ്പി ഇനി ഓടണ്ടല്ലോ, വണ്ടി യാത്ര സാധനം ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഇതെടുത്ത് ചുണ്ടി വെച്ച് കഴിഞ്ഞാൽ റാഹത്തായി. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വെറുതെ പെട്രോൾ കളയണ്ട. അപ്പൊ ഒരു 10,000 രൂപയ്ക്ക് വാങ്ങിച്ച് സാധനം സെറ്റ് ചെയ്ത് വെച്ച്. അത് കഴിഞ്ഞ പോകുമ്പോൾ പറയാണ് 25,000 രൂപയ്ക്ക് ഈ സാധനം വാങ്ങിച്ച് ഒരല്പം കൂടുതൽ വാങ്ങിച്ചു വെച്ചപ്പോ ഈ സാധനം 10,000-നും 15,000-നും 20,000-നും 25,000-നും ഒക്കെ വാങ്ങാൻ പറയുന്ന വില കൊടുത്ത് വാങ്ങാൻ വേണ്ടി ചെറുപ്പക്കാരായ ആളുകൾ കേരളത്തിന്റെ വിവിധ ഭാഗത്തുനിന്നും എന്റെ വീട് മുറ്റത്ത് വരാൻ തുടങ്ങി. വലിയ വലിയ പണക്കാര് വരാൻ തുടങ്ങി. BMW അടക്കമുള്ള വലിയ വലിയ വാഹനങ്ങളിൽ വരാൻ തുടങ്ങി. ആങ്ങളെയും പെങ്ങളും ഒറ്റയ്ക്ക് വന്നുകൊണ്ടിരുന്നവർ പിന്നീട് ഒരുമിച്ച് വരാൻ തുടങ്ങി. ഭാര്യയും ഭർത്താവും ഒറ്റയ്ക്ക് വന്നിരുന്നവർ പിന്നെ ഒരുമിച്ച് വരാൻ തുടങ്ങി. ഒരു ഫാമിലി മെമ്പേഴ്സും ഒന്നായിട്ട് തന്നെ വരുന്ന അവസ്ഥയിലേക്കുണ്ടായി. എനിക്ക് പരിചയമുള്ള എല്ലാ മുഖങ്ങളും എത്തി തുടങ്ങി. കാരണം ഇതിന് അഡിക്റ്റായിരിക്കാൻ എല്ലാവരും. വാപ്പായും ഉമ്മായും ഒക്കെ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വയ്യാറല്ല, ജമാഅത്തായിട്ട് സാധനം അടിക്കാൻ വരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല സുഖമുണ്ട്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കാം. ഇതൊക്കെയാണ് പുതിയ തലമുറ, മനസ്സിലാക്കണം. ഇതിപ്പോ ഞാൻ പറഞ്ഞതല്ല, കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ നിന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞതാണ്. അവസാനം ഈ ചെറുപ്പക്കാരൻ പറയാ ധൈര്യം ഉണ്ടാകുമെന്ന് പറയുന്നതൊക്കെ ശരിയാണ്. ആദ്യം ഒരു ധൈര്യമൊക്കെ ഉണ്ടാവും, പിന്നീട് ഈ ധൈര്യം ചോർന്നിട്ട് പിന്നീട് അവസാനം സങ്കടത്തിലേക്കും ദുഃഖത്തിലേക്കും ഒക്കെ എത്തും. വിഷാദമാകുന്ന അവസ്ഥയാണ്. ആളുകൾക്ക് മുന്നിലൊന്നും പ്രത്യക്ഷപ്പെടൂല. ചെറുപ്പക്കാരെയൊക്കെ ശ്രദ്ധിച്ചോ, മാതാപിതാക്കൾ നല്ലതുപോലെ നോക്കിക്കോ. എന്തിനാണ് മുത്തല്ലിമാകാൻ മക്കളെ വിടുന്നത്? എന്തിനാണ് ഈ വെള്ള വസ്ത്രം ഇട്ട് ശുവസ്ത്രം ധരിച്ചിട്ട് അൻവരിയ കോളേജിലേക്ക് മക്കളെ നേർച്ചക്കോഴികളെ പോലെ ഇങ്ങനെ വിടുന്നത് എന്തിനാ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കളിയാക്കുന്നതാകുന്ന പുതിയ തലമുറയ്ക്ക് ഏറ്റവും വലിയതാകുന്ന തിക്തമായ അനുഭവങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത്. ശരിക്കും മനസ്സിലായിക്കോ. ഈ മുത്തല്ലിമീങ്ങൾ മലായിക്കത്തുകളുടെ ചിറക് വിരിച്ചുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതി, ഹദീസുകൾ പഠിച്ച്, തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ പഠിച്ച്, ആലിം കോഴ്സായി ആലിമീങ്ങളായി അൻവരി ബിരുദമെടുത്ത് ഈ നാടിൻ്റെതാകുന്ന ഓരോ പ്രദേശങ്ങളിലേക്ക് പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ പ്രചരണാർത്ഥമായി ഇവർ കടന്നു വരുമ്പോ ഇവരെ നിസാരക്കാരായി കണക്കാക്കുന്നതാകുന്ന മൂല്യന്മാരൊന്നും ലോകം തിരിയാത്തവരാണെന്ന് പറയുന്നവർ സ്വന്തം മക്കളുടെ വിഷയത്തിലൊന്ന് ജാഗ്രത പുലർത്തിക്കോ. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കട്ടെ. ശരിക്കും മനസ്സിലായിക്കോ. എന്തിനാ മക്കളെ ഇൽമിന്റെ വഴിയിലേക്ക് പറഞ്ഞു വിടുന്നത് എന്ന് ചിന്തിക്കുന്നവർ ശരിക്കും മനസ്സിലായിക്കോ. വിദ്യ നുകരാൻ വേണ്ടി പോകുന്ന മക്കളുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. അവസാനവും പറയുന്നു, നമ്മുടെ ചെറുപ്പക്കാരായ ആളുകളൊക്കെ ഒന്ന് തന്നെ പറയാ വിഷാദ രോഗത്തിന് അടിമപ്പെടുകയാണ്. 10 പേര് കൂടുന്ന മജ്‌ലിസിൽ വരൂല. ഇപ്പൊ ഈ മജ്‌ലിസിൽ തന്നെ നമ്മുടെ നാട്ടിലുള്ള എത്ര ചെറുപ്പക്കാര് വന്നിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കും. എല്ലാവരും അത്തരക്കാരാണെന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. വളരെ വിരളം ചെറുപ്പക്കാരെത്തിയിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. എത്രയോ ചെറുപ്പക്കാർ വാദിന മജ്‌ലിസിലേക്ക് എത്താതെ റോഡിലും മറ്റൊരുമൊക്കെ നിൽക്കുകയാണ്. ഇതൊക്കെ ഒരു തടയാണ്, റാഹത്താണ്. ഏതെങ്കിലും കടയുടെ ബാക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കാറിന്റെ പിറകിലോ പ്രസംഗിക്കാൻ വന്ന ഹത്തീബ് ഉസ്താദിന്റെ വണ്ടിയുടെ പുറകിൽ ഇരുന്നിട്ട് റാഹത്തായിട്ട് രണ്ടിനും വേണ്ടി തിരികെ വെച്ചോണ്ട് നടക്കുക. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കണം. അമാർക്കൊരു റാഹത്താണ്. കടയിലൊക്കെ പോയി ഒരു ജ്യൂസൊക്കെ കുടിച്ചൊന്ന് സെറ്റായി വാദിന മജ്‌ലിസിലൂടെ അതിന്റെ അപ്പുറത്തൂടെ ഒന്ന് കറങ്ങി ഒന്ന് സെറ്റായിട്ടൊക്കെ നടക്കുക. പെൺകുട്ടികളടക്കം ഇതിന് അഡിക്റ്റാണ്. 6ാം ക്ലാസ്സിലും 7ലും 8ലും 9ലും +1 +2 ഒക്കെ പഠിക്കുന്ന മക്കളടക്കം ഇതിന് അഡിക്റ്റാണ്. 10 പേര് കൂടുന്ന മജ്‌ലിസിൽ വരൂല. 10 പേര് ഇരിക്കുന്ന ഒരു സദസ്സിലേക്ക് വാപ്പയും ഉമ്മയെ ക്ഷണിച്ചു. ഇവിടെ വാടാ മോനെ കൊണ്ട് ഉസ്താദ് നിന്നെ ക്ഷണിക്കുന്നു എന്ന് വന്ന ഒമ്പതൊക്കെ ഇങ്ങനെ തല വെട്ടിച്ചായിരിക്കും നിൽക്കുക, തല കുനിച്ച് നിൽക്കും, നേരെ വർത്താനം പറയൂല. ഇരുട്ടെപ്പോഴും ഇഷ്ടമായിരിക്കും. ഇരുണ്ട റൂം, ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടിരിക്കുക. നമ്മളവർക്ക് ഇങ്ങനെ ഹൽവത്തിരിക്കുക. ഹൽവത്ത് നായകം എന്ന് പറഞ്ഞ് ഒരു മഹാൻ അവിടെ അടങ്ങിയിട്ടുണ്ട് ഏർവാടി. അള്ളാഹു നമുക്കൊക്കെ അവരെയൊക്കെ സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. വലിയ മഹത്തുക്കളാണ്. അതേപോലെ ഇവ ഹൽവത്തില. നമ്മളവർക്കും വലിയ ഫിക്കറിലായിരിക്കും. ഫിക്കറിലല്ല, വേറെ ഹാലില്ല, ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കണം. ഇടയ്ക്ക് ലാപ്ടോപ്പ് ഓൺ ചെയ്യും, WW അടിച്ചുകൊണ്ട് വേറെ ലോകത്തേക്കാ നീലചിത്രമൊക്കെ കണ്ട് വേറെ ഹാലിലായിട്ടിരിക്കുക. ഇതൊക്കെ പുതിയ തലമുറയാണ്. ഗെയിമിന്റെ ലോകത്ത് വിഹരിക്കുക. ഇടയ്ക്കിടയ്ക്ക് റൂം തുടങ്ങിയിട്ട് ഏതെങ്കിലും വണ്ടിയിലെ ചെക്കന്മാര് പിള്ളേർ വരും, ഫോൺ അടിച്ചുകൊണ്ട് വരും. അവന്മാരുടെ വണ്ടിയുടെ പുറകെ ഒറ്റ പോക്ക പറക്കുന്നതാണോ
പറക്കും ശരീരത്തിലുണ്ട് കാറെടുക്കണ്ട, നീ കരുതിയാൽ മതി പറമേ പറയണ്ട എന്ന് സ്വർഗത്തിന്റെ കഥ പറയുന്നുണ്ട് തഴോസ്. അതേപോലെ ഒറ്റ മറക്കല, മകൻ താ പോകുന്നു, ഇടയ്ക്ക് പെട്ടെന്ന് റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ്. പിന്നെയും കുറെ കഴിയുമ്പോൾ രാത്രി ഒരു 12 മണിയാകുമ്പോൾ വീണ്ടും വന്ന് റൂമിലേക്ക് വന്ന് കയറുകയാണ്. മോനെ വല്ല എല്ലാം കഴിച്ചിട്ടുണ്ട്, സെറ്റായി വരുന്ന കുഴിമന്തി കിഴി പൊറോട്ട ഒക്കെ അടിച്ചിട്ടുണ്ട്. സംഭവം കഴിക്കൊന്നും വേണ്ട. പാപ്പായും ഉമ്മായും മക്കളെ കുറിച്ച് പറയാ, ഒന്നോ എന്റെ പൊന്നുമോൻ ഇപ്പൊ നല്ല ഡയറ്റിലെ ഉസ്താദെ, എന്താ കണ്ടില്ല, അവൻ നല്ല മെലിഞ്ഞ് നല്ല റാഹത്തായിട്ട്, മോളാണെങ്കിൽ കറക്റ്റായിട്ട് ഡയറ്റ് ഒന്നും അല്ല, കഞ്ചാവ് അടിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അതാദ്യം മനസ്സിലാക്കണം. ഉമ്മ മെലിഞ്ഞുണങ്ങിയിരിക്കും. മക്കള് ഡയറ്റാന്നും പറഞ്ഞ ഉമ്മ ഇരിക്കുന്നത്, ഡയറ്റൊന്നും അല്ല, അവർക്ക് കഞ്ചാവ് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ശരീരം മെലിഞ്ഞുണങ്ങും, എല്ലൊക്കെ വെളിയിലേക്ക് ഉന്തും. അപ്പായുമായി ശരിക്കും മനസ്സിലായിക്കും. ഈ സിന്തറ്റിക് ലഹരിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? സാധാരണയുള്ളതാകുന്ന ലഹരി പോലെയല്ല. കള്ളൊക്കെ അടിച്ചാല് മൂക്കൊക്കെ പൊത്തിക്കൊണ്ട് നടക്കും. ഇതിപ്പോ ഒരു കുഴപ്പമില്ല, ഒരു മണവും പുറത്തേക്ക് വരുന്നില്ല, ഒരു ദുർഗന്ധവും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് അടിച്ചിട്ടുണ്ടോന്നൊന്നും അറിയില്ല. കണ്ണുമൊക്കെ നല്ല റാഹത്ത്, മൂങ്ങാടെ കണ്ണു പോലെ സെറ്റായിട്ടിരിക്കുന്നു, ഒരു കുഴപ്പമില്ല, നല്ല റാഹത്താണ്. അപ്പൊ ഇവനെ കാണുമ്പോഴത്തേക്ക് ഒരു കുഴപ്പമില്ല. പാപ്പായുമാർ വന്നു, നമ്മുടെ മോന് നല്ല റാഹത്തുള്ള മോനാണ്, ഒരു കുഴപ്പമില്ലെന്ന് കരുതും. ഇടയ്ക്കിടയ്ക്ക് അവനെ കൊണ്ട് ഊതിക്കും, അവൻ ശരിക്കും ഊതി കൊടുക്കും. പാപ്പായ മന്ത്രി ചോദ്യം കൊടുക്കുക, ഒരു മണവും ഇല്ല, റാഹത്താണ്. അപ്പൊ നമ്മുടെ മോൻ നല്ല കുഞ്ഞാന്ന് കരുതിയിരിക്കുക. സംഭവം ഇവനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് കൂടിയ ഐറ്റം. ഇതാണ് ഏറ്റവും വലിയ അപകടമുള്ള സാധനം. എക്സൈസ് ഉദ്യോഗസ്ഥർ മിനിഞ്ഞാന്ന് പത്രത്തിലുണ്ടായിരുന്നു, കണക്കവരിട്ടു. ഏകദേശം 12,464 ആളുകളാണ് ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ലഹരി മുക്ത ജീവിതം നയിക്കാൻ വേണ്ടി ഡി അഡിക്ഷൻ സെന്ററിൽ വന്നത്. അതിൽ 10,000-ഓളം വരുന്നതാകുന്ന ആളുകൾ വിദ്യാർത്ഥികളായിരുന്നു. അവരൊക്കെ തന്നെ സിന്തറ്റിക് ലഹരിക്ക് അടിമപ്പെട്ടവർ, അഥവാ ഇത്തരത്തിലുള്ള MDMA LSD അടക്കമുള്ളതാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന മക്കളാണ്. എന്ന് പറഞ്ഞാൽ 2000 ആളുകളെ എന്തുള്ളൂ, കള്ളുമായി ബന്ധപ്പെട്ട് അത് ഒഴിവാക്കാൻ വേണ്ടി അവിടെ വന്നിട്ടുള്ളൂ, ഡി അഡിക്ഷൻ സെന്റർ വന്നു. ബാക്കിയൊക്കെ ഏതായിരുന്നു? MDMA LSD ആയിരുന്നു എന്നർത്ഥം. അള്ളാഹു നമ്മുടെ മക്കളെ കാക്കുമാറാവും. കള്ളൊക്കെ പോയി, അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാ, അതൊക്കെ വാല്യാപ്പന്മാർക്കുണ്ടായിരുന്നു, അവരെ കാട്ട അടിച്ച് തീർന്നു. ഇപ്പൊ പിള്ളേർ നല്ല സെറ്റായിട്ട് നടക്കണം, പുതിയ തലമുറയാണ്. ഒന്ന് പറഞ്ഞ് രണ്ടിന് കുത്തി കൊടവേറ് വെളിയിലിട്ടേക്കും, അങ്ങനത്തെ സീമാണ്. കൊട്ടേഷൻ സംഘത്തിന്റെ നേതാക്കളായി മാറിയിരിക്കുക, എപ്പോഴും ദേശീയ. അതല്ലേ കാണുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഒരു അധ്യാപകൻ മകനെ ഉപേക്ഷിക്കാൻ, അപ്പോഴത്തേക്ക് അവൻ തന്നെ മൊബൈൽ പിടിച്ചു വെച്ചതിന് അവൻ പറയാം, പുറത്തോട്ട് ഇറങ്ങ്, ഹായ്വാനെ കാണിച്ചു തരാം, നിന്നെ തീർക്കുമെന്ന്. അങ്ങനെയുണ്ട്. ഇതാണ് പുതിയ കുട്ടികൾ. ആരോട് പറയാനാണ്? എവിടെ എത്തി നമ്മുടെ മക്കളൊന്ന് ആലോചിച്ച് നോക്ക്. അധ്യാപകരോട് പറയാ, പുറത്തോട്ട് ഇറങ്ങ്, അതാണ് നിന്നെ തീർക്കുമെന്നാ പറയുന്നത്, പുറത്തോട്ട് നീ ഇറങ്ങി കാണിച്ചു തരാം. ആലോചിച്ചു. എല്ലാം എന്തായാലും നമ്മുടെ കൗമാണ്, അതെന്തായാലും റാഹത്താണ്. വളരെ സന്തോഷമുണ്ട്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഈ അടുത്ത് തൃശ്ശൂർ ജില്ലയില് മെഡിക്കൽ വിദ്യാർത്ഥിയാകുന്ന ഒരു സഹോദരനെ പിടിച്ചു. MDMA കൈവച്ചതിന് വേണ്ടി. മാരകമാകുന്ന ലഹരി ഉൽപ്പന്നമാണ്. MBBS കഴിഞ്ഞു, ഹൗസ് സർജൻസി കഴിഞ്ഞു. ഒരു മാസം കൂടി കഴിഞ്ഞാൽ അയാൾ ഡോക്ടറാ, ആളുകളെ ചികിത്സിക്കേണ്ടവനാ. ഇത്തരത്തിൽ കള്ളു കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു നടക്കുന്ന കൗമാണാര്? ഡോക്ടർമാര്. അവരാണ് ആളുകളെ ശുശ്രൂഷിക്കുന്നത്. മാരകമാകുന്ന ക്യാൻസർ വന്നാൽ പോലും ചികിത്സിക്കുന്ന ആരാ? MBBS പഠിച്ചവരാ, ജനറൽ നഴ്സിംഗ് പഠിച്ച ആളുകളാ. അവനെ MDMA അടിക്കുന്നതിൽ പിടിച്ചിട്ട് അവരോട് ചോദിക്കുകയാണ്, എത്ര പേരുണ്ട് നിന്റെ കൂട്ടുകാർ? അപ്പൊ കൂട്ടുകാരുടെ എണ്ണമൊക്കെ പറഞ്ഞു. അവന്മാരെല്ലാം അടിക്കുന്നവരാന്ന് പറയാ. 4 വർഷമായിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ജമാഅത്തായിട്ട് ഇത് അടിച്ചോണ്ടിരിക്കുക. ആ പറഞ്ഞതിൽ 38 പേരോളം പേര് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 33 പേരും നമ്മുടെ കൗമാണ്. നമ്മുടെ കൗമിന്റെ അല്ല വിഷയം. മനുഷ്യരാകുന്ന ഏതൊരു വ്യക്തിയും, അമുസ്ലിം ആവട്ടെ മുസ്ലിം ആവട്ടെ, ഈ ലഹരി ഉപയോഗിക്കാൻ പാടില്ലല്ലോ സഹോദരങ്ങൾ. എത്ര കുടുംബങ്ങളാണ് തകർക്കപ്പെടുന്നത്, എത്ര കുടുംബങ്ങളാണ് ഇല്ലാതാകുന്നത്. അവസാനം ഇതെല്ലാം തിരിച്ചു വരാൻ ഡി അഡിക്ഷൻ സെന്ററൊക്കെ ഉപകരിക്കും. അതാണ് നിസാം എന്ന ചെറുപ്പക്കാരൻ, അയാൾ തിരിച്ചു വന്നിട്ട് റിപ്പോർട്ടർ ചാനൽ പറഞ്ഞതാണ്, ഞാനിപ്പോ അതൊക്കെ നിർത്തി. അയാൾ പറയാൻ, ഇപ്പൊ അതൊക്കെ നിർത്തി, ഇപ്പൊ നന്നായി. ഡി അഡിക്ഷൻ സെന്ററിൽ പോയിട്ട് സ്വയം തന്നെ എന്റെ മനസ്സുകൊണ്ട് തന്നെ ചിന്തിച്ചു, ഇത് വലിയ തെറ്റാണ്, പാതകമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നതാണ്. അതിന് അഡിക്റ്റായി കഴിഞ്ഞാൽ അങ്ങനെയാണ്, തിരിച്ചു വരൽ വളരെ പ്രയാസമാണ്. അവസാനം എത്തുക വിഷാദ രോഗത്തിന്മേലാണ്. ഭയങ്കര ദുഃഖമായിരിക്കും, ദുഃഖം തളം കെട്ടി നിൽക്കും, ജീവിക്കാൻ തന്നെ താല്പര്യമില്ല. ഇത് ഉപയോഗിക്കാൻ സാധനം കിട്ടാതെ വരുമ്പോ ഉമ്മാടെ താലിമാല എടുത്ത് വിൽക്കും, വാപ്പാടെ പോക്കറ്റിൽ നിന്ന് പൈസ അടിച്ചു മാറ്റും, സമ്പത്ത് അടിച്ചു മാറ്റും. കൂടുതലായിട്ട് ഉപയോഗം പിന്നെയും കൂടുകയാണ്. ദിവസം കഴിയുന്നതോറും അടിശം കൂടുകയാണ്. 1-2 കൊല്ലം കൂടെ കഴിയുമ്പോഴത്തേക്കും പിന്നീട് അവന്റെ പല്ലുകൾ മുഴുവൻ കൊഴിയാൻ തുടങ്ങും. വായിക്കാത്ത ഒരൊറ്റ പല്ലുണ്ടാവൂല, നേരെ ചുവള്ളൊന്നും ഉണ്ടാവൂല. വേറെ രീതിയിലേക്ക് എത്തിപ്പെടുകയാണ്. ആരോഗ്യമല്ല ശരിക്കും, എല്ലുകളൊക്കെ പൊടിയാണ്, ശരീരമാസകലം ബലഹീനരാകും. നമ്മുടെ മക്കളുടെ അവസ്ഥയാണ് പറയുന്നത്. പുതിയ തലമുറ, അടുത്ത ഒരു ജനറേഷൻ ഏത് കോലത്തിലാകുമെന്ന് അള്ളാഹു നമ്മുടെ മക്കളെ കാക്കുമാറാവട്ടെ.
അല്ലാഹു നീ കാത്തു സംരക്ഷിക്കണേ അല്ലാ. പരിപൂർണമായ കാവൽ നീ നസീബാക്കണേ അല്ലാ. പുതിയ തലമുറയാണ്. മെഡിക്കൽ വിദ്യാർത്ഥികളടക്കം ലഹരിക്കടിമപ്പെട്ട യുഗത്തിലേക്ക് നമ്മുടെ മക്കളെത്തി. അല്ലാഹു കാക്കുമാറാവട്ടെ. ആലോചിച്ചു നോക്ക് നിങ്ങൾ. ഈ മെഡിക്കൽ അഹ്ലികാരുടെ അടുക്കലേക്കാണ് നമ്മൾ നാളെ ചികിത്സിക്കാൻ വേണ്ടി പോവുക. എങ്ങനെയാ നമ്മൾ രക്ഷപ്പെടും? കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു പ്രൊഫസർ ഒരാള് സേഫ്റ്റി പിന്ന് വിഴുങ്ങിയതിന്റെ പേരിൽ അവിടെ ചികിത്സിക്കാൻ വേണ്ടി വന്നു. എന്റെ നാട് കോട്ടയമാണ്. അവിടുത്തെ മെഡിക്കൽ കോളേജിലേക്ക് സേഫ്റ്റി പിന്ന് വിഴുങ്ങിയതിന്റെ പേരിൽ, അത് തുറന്നായിരിക്കുന്നത്, സാധനം ഒന്ന് എടുക്കണമെന്ന് കരുതിയിട്ട് ഡോക്ടർമാരെടുത്ത് വന്നു. അവസാനം ഡോക്ടർമാർ എന്ത് ചെയ്തു? ഓപ്പറേഷൻ ചെയ്തെന്നാൽ പിന്നെ അത് എടുക്കാന്ന് കരുതി അവന്റെ വയറ് തുറന്ന് സേഫ്റ്റി പിന്നൊക്കെ എടുത്തു കൊടുത്തു. ആചാരം പറഞ്ഞ് വീട്ടിൽ വിട്ടു. 2 ദിവസം കഴിഞ്ഞിട്ട് മൂപ്പർക്ക് വയറുവേദന മാറുന്നില്ല. അപ്പോൾ എന്നാൽ പിന്നെ പ്രൈവറ്റ് ആയിട്ട് കൊണ്ടൊന്ന് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ വയറ്റിനകത്ത് എന്തൊക്കെയുണ്ട്. ഇനി കുഞ്ഞ് വളരുകയാണെന്ന് പേടിച്ച് വേഗം കൊണ്ടുപോയി വീണ്ടും എന്ത് ചെയ്തു? ഓപ്പറേഷൻ ചെയ്ത് നോക്കിയപ്പോൾ ആദ്യം ഓപ്പറേഷൻ ചെയ്ത മെഡിക്കൽ കോളേജിലേതാകുന്ന പ്രൊഫസർ അയാൾ ഓപ്പറേഷൻ ചെയ്തെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അയാളുടെ ഗ്ലൗസും യൂണിഫോമും ഒക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതിനകത്ത് വെച്ച് മുസല്ലയൊക്കെ വെച്ച് മടക്കി തയ്ച്ചു വിട്ടേക്കുക. സേഫ്റ്റി പിൻ എടുത്തു കൊടുത്തു. നല്ല ഉദ്യോഗസ്ഥൻ. അവസാനം പോലീസുകാർ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞെന്താ, ഇച്ചിരി അടിച്ചാലും സാറേ, സ്വല്പം കവട്ട അടിച്ചോണ്ടാ കയറിയത്. ഇതൊക്കെയാണ് മെഡിക്കൽ കോളേജിലാന്ന് ഓർത്തോ. ഇങ്ങോട്ടാ നമ്മൾ പോകുന്നത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മുടെ നാടാ ഇനി അങ്ങോട്ട് പോകേണ്ടി വരുമെന്ന്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആലോചിച്ച് നോക്കുക. സേഫ്റ്റി പിന്നെ എടുത്തു കൊടുത്ത് എന്നിട്ട് എന്ത് ചെയ്ത്? അയാളുടെ കയ്യുറയും ഗ്ലൗസും മുസല്ലയൊക്കെ ചെരുപ്പൊക്കെ അതിനകത്ത് വെച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തുന്നി കെട്ടിയിട്ട് എല്ലാം കഴിഞ്ഞ് പൊയ്ക്കോളാൻ പറയും. ആലോചിച്ചു. ഒരു സേഫ്റ്റി പിൻ എടുക്കാൻ വേണ്ടി പോയത്, അതെടുത്തിട്ട് അവസാനം അതിനേക്കാൾ വലിയ ഗുലുമാര് വെച്ച് പൊതിഞ്ഞു വിട്ടേക്കുക. ഇതൊക്കെയാണ് ഡോക്ടർമാര്. അപ്പൊ അവരുടെ പിള്ളേരും എങ്ങനെ? ഇത് പണ്ടൊരുത്തനെ അടിച്ച സംഭവം ഈ പറയുന്നത്. അയാൾ സാധനം അടിച്ചിരിക്കുകയായിരുന്നു, മണിച്ചം വാട്ടർ അടിച്ചതാണ്. ഇപ്പോഴോ ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ സിന്തറ്റിക് അടിച്ച പിള്ളേർ നിൽക്കുന്നത്. ചിലപ്പം ലിവറും ഇതെല്ലാം എടുത്ത് വെളിയിലോട്ട് എടുക്കും. സേഫ്റ്റി പിന്നിന്റെ കൂട്ടത്തിൽ വയറെല്ലാം കൂടെ ക്ലീൻ ആക്കി കൊടുത്തേ മൊത്തം എടുക്കും. അതാണിപ്പോ പുതിയ തലമുറയുടെ പരിപാടി. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിച്ചോ, മക്കളെ നല്ലതുപോലെ ശ്രദ്ധിച്ചോ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇത് വെറുതെ പറഞ്ഞല്ല, പത്രവാർത്തയാണ് ഈ പറയുന്നതൊക്കെ. വെറുതെ ഒരു കാര്യവും പറയുന്നില്ല. ശരിക്കും മനസ്സിലായിക്കോ. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. പരിപൂർണമായ സംരക്ഷണം നീ നസീബാക്കണേ അല്ലാ. لعن رسول الله صلى الله عليه وسلم في الخمر عشرة في الخمر عشرة. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ഖംരി അശറത. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കള്ളിന്റെ വിഷയത്തിൽ, ലഹരിയുടെ വിഷയത്തിൽ 10 പേരെ ശപിച്ചുവത്രേ. 10 ആളുകളെ ശപിച്ചിരിക്കുകയാണ്. ആരൊരുവനാണോ കള്ളു ഉണ്ടാക്കുന്നത് അവനെ അല്ലാഹു ശപിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശപിച്ചിരിക്കുകയാണ്. തീർന്നില്ല. ലഹരി ഉണ്ടാക്കാൻ വേണ്ടി നിർദ്ദേശിച്ചവരെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചു അത്രേ. തീർന്നില്ല. അത് കുടിക്കുന്നവനെയും അത് ഉപയോഗിക്കുന്നവനെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുകയാണ്. തീർന്നില്ല. ലഹരിയുടെ സാധനങ്ങൾ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഡ്രൈവർമാരില്ലയോ? ഞാൻ ബീവറേജിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരനാ. ഞാൻ അവിടേക്കുള്ള കള്ളുകൾ കൊണ്ടുപോകുന്ന ജോലിയാണ്. ഞാൻ ഡ്രൈവറാണ്. ഇന്ന് വരെ കള്ള് ഞാൻ എന്റെ കൈ കൊണ്ട് തൊട്ടിട്ടില്ല, ഞാൻ കുടിച്ചിട്ടില്ല. അത് വണ്ടിയിലേക്ക് ആരെങ്കിലും എടുത്തു വെക്കും. ഉസ്താദേ, ഞാൻ വണ്ടി ഓടിക്കുന്ന ജോലി മാത്രമാണെന്ന് പറയരുതേ. അത് വഹിക്കുന്നവനെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ച വിവരം മോനെ നീ അറിയണേ. തീർന്നില്ല. വൽ മഹ്മൂലതൈലൈ. ആർക്ക് വേണ്ടിയിട്ടാണോ ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് അവരെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുകയാണ്. തീർന്നില്ല. വസാഖിയഹാ വബായിഹാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ബീവറേജുകളിൽ, കള്ള് ഷാപ്പുകളിൽ കള്ള് ഒഴിച്ചു കൊടുക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്നവരില്ലയോ? ഞാൻ ഇന്ന് വരെ ഒരു തുള്ളി പോലും കുടിച്ചിട്ടില്ല ഉസ്താദേ. ഞാൻ അവിടെ യൂണിഫോം ഇട്ടുകൊണ്ട് ആളുകൾ കടന്നു വരുമ്പോ ഓരോ പാർട്ടികളിൽ
പോലും കള്ളു ഒഴിച്ചു കൊടുക്കുന്ന ജോലിയാണ്. വലിയ വലിയതാകുന്ന കല്യാണത്തിന്റെ സദസ്സുകൾ പോലും കള്ളു ഒഴിച്ചു കൊടുക്കുന്നതായ കാറ്ററിംഗ് സർവീസ് നടത്തുന്ന പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരില്ലേ, സഹോദരങ്ങളില്ലേ, പഠിച്ചു വെക്കണേ പൊന്നുമോനെ. അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. നീ കള്ളു കുടിച്ചിട്ടില്ലെങ്കിലും അത് ഒഴിച്ചു കൊടുക്കുന്നവരെയും അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കുകയാണ്. തീർന്നില്ല. അത് വിൽക്കുന്നവരെയും അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കുകയാണ്. തീർന്നില്ല. ഇത് കച്ചവടം ചെയ്തിട്ട് അതിലുണ്ട് ഷെയർ വാങ്ങിയിട്ട് അത് ഭരിക്കുന്നതായ ആളുകളില്ലയോ, 10 ആളുകൾ കൂടി ഷെയർ ചേർന്ന് ബീവറേജ് നടത്തുന്നു. അതിന്റെ ഷെയർ കൈപ്പറ്റിക്കൊണ്ട് ബാങ്കിലേക്ക് വരുന്നതിന്റെ തുക കൃത്യമായി കിട്ടുന്നതാകുന്ന പൈസ അത് ഹറാമായ ധനമാണ്. അത് കൊണ്ടുപോയി തിന്നുന്ന മുസ്ലിമില്ലേ, സഹോദരങ്ങളില്ലേ. ഷെയർ അത്തരത്തിൽ കള്ളിന്റെ വിഷയത്തിൽ ഷെയർ ചേർന്ന് ബിസിനസിന്റേതാകുന്ന തലവന്മാരായ ആളുകളില്ലയോ, അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ഹറാമാണ്, ഹറാമാ. തീർന്നില്ല. വൽ മുസ്തരിയ ലഹാ വൽ മുസ്തറാത ലഹു. ഈ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ദീനിനെ കളങ്കപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പാടില്ല, ചെയ്യരുത് എന്ന് പറഞ്ഞതായ കള്ളുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നവരെ, അത് വാങ്ങാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ, കടയിൽ പോയി അത് വാങ്ങുന്നവരെ, ഞാൻ വാങ്ങിയിട്ടേ ഉള്ളൂ, ഇന്ന് വരെ അത് കുടിച്ചിട്ടില്ല, മുതലാളിക്ക് വേണ്ടി ഞാൻ വാങ്ങാൻ ബീവറേജിന്റെ മുന്നിൽ നിന്നതാണ്, സാധനം വാങ്ങിച്ച് മുതലാളിക്ക് കൊടുത്തതാണ്, പാടില്ല ജീവനക്കാരാ. വൽ മുസ്തരിയ ലഹാ, അത് വാങ്ങുന്നവനെയും അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കുകയാണ്. വൽ മുസ്തറാത ലഹു, ആർക്ക് വേണ്ടിയിട്ടാണോ നീ വാങ്ങുന്നത്, മുതലാളി ഇരുന്ന് ഓർഡർ കൊടുക്കുകയാണ്, പോയിട്ടില്ല, സാധനം വാങ്ങാൻ മറ്റൊരുത്തനെയാണ് പറഞ്ഞയച്ചിട്ടുള്ളത്. വാങ്ങുന്നവനെ മാത്രമല്ല, ആർക്ക് വേണ്ടി വാങ്ങുന്നുവോ അവനെയും അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കുന്നു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ഖംരി 10 പേരെയാണ്, 10 ആളുകളെയാണ് ലഹരിയുടെ വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിട്ടുള്ളത്. ആകിലഹാ വശാരിബഹാ ആസിറഹാ വമുഅ്തസിറഹാ വശാരിബഹാ വഹാമിലഹാ വൽമഹ്മൂലത ഇലൈഹി വസാഖിയഹാ വബായിയഹാ വആകില ഫമനിഹാ വൽമുസ്തരിയ ലഹാ വൽമുസ്തറാത ലഹു. വാങ്ങുന്നവരെയും കൊടുക്കുന്നവരെയും കഴിക്കുന്നവരെയും കുടിപ്പിക്കുന്നവരെയും ഒക്കെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചു. സാര വിഷയമല്ല എന്നർത്ഥം. ലഹരി എന്നാ പറഞ്ഞത്. ഖംർ എന്ന പദം കള്ളെന്നല്ല അർത്ഥം വെക്കേണ്ടത്. പിന്നെന്താ? കുല്ലു മുഹമ്മരിൻ മുസ്കുറുൻ, ബുദ്ധിയെ മറക്കുന്ന വസ്തു എന്നാണ് ഖംറിന്റെ അർത്ഥം. എല്ലാ ബുദ്ധിയെ മറക്കുന്ന വസ്തുക്കളും ലഹരിയാണ്. കുല്ലു മുസ്കിരിൻ ഹറാമുൻ, എല്ലാ ലഹരിയും നിഷിദ്ധമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി വളരെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇത് നമ്മുടെ ഈമാനിനെ തെറ്റിച്ച് കളയും, ഈമാൻ പോകും, മനസ്സിലാക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ശരിബൽ ഖമറ യൻസിഉ മിൻഹുൽ ഈമാൻ. ആരൊരുവൻ ലഹരി നുണഞ്ഞുവോ ഈമാൻ അവരിൽ നിന്ന് ഊരപ്പെട്ടു പോകുമേ. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി, അള്ളാന്റെ റസൂലിന്റെ അധ്യാപനമാണ്. ലഹരി നുണഞ്ഞിട്ടുള്ള ഏതൊരു സഹോദരനുണ്ടോ സഹോദരിയുണ്ടോ, പൊട്ടച്ചിറ അൻവരിയുടെ തിരുമുറ്റച്ച് വെച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടി കുമ്മന മുസാദ് നിങ്ങളോട് പറയട്ടെയോ, ലഹരി മുക്ത ജീവിതം നയിക്കൽ നിർബന്ധമാണ്. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ പാടില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചതാണ്, സ്വഹാബത്തിനോട് പഠിപ്പിച്ചതാണ്. ഉമർ റളിയല്ലാഹു അടക്കമുള്ള സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്, അഫ്തിനാ ഫിൽ ഖംരി ശാഫിയൻ കാഫിയാ. പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ദീനിൽ കള്ളിന്റെ വിഷയത്തിൽ ഞങ്ങൾക്കൊരു കൃത്യ
ഹൃദ്യമായ രീതിയിലുള്ള ഒരായത്ത് ഇറക്കണേ റസൂലേ, ഒരു വിഷയം ഞങ്ങൾക്ക് അവതരിപ്പിക്കണേ ഹബീബേ. അല്ലാഹുവിന്റെ റസൂലിനോട് ആവശ്യപ്പെടുമ്പോ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിലൂടെ കള്ളിനെ നിഷിദ്ധമായി ലോകത്തിന് പ്രഖ്യാപിക്കുകയാണ്. 4 ഘട്ടങ്ങളിലായിട്ടാണ് കള്ള് നിഷിദ്ധമായ ആയത്തുകൾ അല്ലാഹു നൽകുന്നത്. കള്ളിന്റെ വിഷയത്തെ കുറിച്ച് അല്ലാഹു പ്രതിപാദിക്കുന്നത് അവസാനമായ കള്ള് തീർത്തും ഹറാമാക്കിക്കൊണ്ട് ഇനി ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് അസന്നിഗ്ധമാകുന്ന പ്രഖ്യാപനവുമായി സൂറത്തുൽ മാഇദ അവതരിക്കുകയാണ്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് വൽ അസ്ലാം വൽ അസ്ലാം റിജുസും മിൻ അമലി ശൈത്താൻ فاجتنبوا لعلكم تفلحون. തീർച്ചയായും കള്ള് നിങ്ങൾ ഒഴിവാക്കണേ, ചൂതാട്ടം നിങ്ങൾ ഒഴിവാക്കണേ, നാട്ടുകൾ വെച്ചുള്ളതാകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കണേ. ഇതൊക്കെ നാളെ പരസ്പര ബന്ധ കോടതിയിൽ വല്ലാതെ നിങ്ങൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇത് പിശാചിന്റെ ദുർവൃത്തിയിൽ പെട്ടതാണ്. നിങ്ങൾ പരിപൂർണമായതിൽ നിന്ന് ഒഴിയണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിയ ബൈനകുമുൽ അദാവ വൽ ബഗ്ദാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, ഈ പിശാച് നിങ്ങളെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടെന്നറിയുമോ? പിശാചിന്റെ ദുർവൃത്തിയിൽ പെട്ടതാണ് ലഹരി നുണയൽ. ഈ ലഹരി നുണഞ്ഞാൽ, കഞ്ചാവ് അടിച്ചാൽ, ഹശീഷ് നുണഞ്ഞാൽ, MDMA അടിമപ്പെട്ടാൽ, LSD ഉപയോഗിച്ചാൽ, കല്ല് നിങ്ങൾ രുചിച്ചു നോക്കിയാൽ, പിശാചിന്റെ ദുർവൃത്തിയിൽ പെട്ടുപോയാൽ, ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവ വൽ ബഗ്ദാ ഫിൽ ഖംരി വൽ മൈസിർ. ഈ ചൂതാട്ടത്തിലൂടെ, ഈ കള്ളിലൂടെ നിങ്ങളെ പിശാച് കൊണ്ടെത്തിക്കുന്നത് ദേഷ്യത്തിലേക്കാണ്, ശത്രുതയിലേക്കാണ്. ആരെ കണ്ടാലും ദേഷ്യമാണ്. സ്വന്തം പിതാവിനെ അടിക്കാൻ തുനിയുകയാണ്. സ്വന്തം മാതാവിനെ ജന്മം നൽകിയതിന്റെ പേരിൽ അറുകൊല ചെയ്യാൻ തയ്യാറാകുകയാ. അവരെ വെട്ടിക്കൊലപ്പെടുത്താൻ തയ്യാറാവുകയാണ്. കാരണം നിന്റെ ശരീരത്തിൽ പിശാച് കടന്നു കൂടിയിരിക്കുകയാണ്. പിശാചിന്റെ സ്വഭാവം നിന്നിലേക്ക് എത്തുകയാണ്. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവ വൽ ബഗ്ദാ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹ് വയസുദ്ദകും അൻ ദിക്രില്ലാഹ് വഅനിസ് ഫഹൽ അൻതും മുൻതഹൂൻ. ഈ ലോകത്തിന്റെ ജഗന്യന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പിനെ സ്മരിക്കാൻ കൂട്ടാക്കുകയില്ല. അതിനുതകുന്ന നമസ്കാരത്തിന് പോലും അവൻ ഉണ്ടാവുകയേ ഇല്ല. കള്ളുകുടിക്കുന്നവർ അതിൽ നിന്ന് ഒഴിവാവുകയാണ്. ലഹരി നുണയുന്ന ചെറുപ്പക്കാർ നിസ്കാരത്തിൽ നിന്ന് പുറകോട്ട് വലിയുകയാണ്. അവരെ അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് പിശാച് അടുപ്പിക്കില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ട്, നിസ്കരിക്കുന്നതിനെ തൊട്ട് അവനെ കള്ള് തടയുമേ എന്നും വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് ഫഹല്ലംതും മുൻതഹൂൻ, ഫഹല്ലംതും മുൻതഹൂൻ. കള്ളു കുടിച്ചുകൊണ്ട് ആറാടി ജീവിച്ചതാകുന്ന സമൂഹത്തോട് അല്ലാഹുവിന്റെ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. നിങ്ങൾ നിർത്താൻ തയ്യാറാകുന്നില്ലേ മനുഷ്യ? നിങ്ങൾ എന്തുകൊണ്ട് നിർത്തുന്നില്ല? നിങ്ങൾ നിർത്താൻ തയ്യാറാകുന്നില്ലയോ? ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളതാകുന്ന സ്വഹാബത്ത് കള്ളു കുടിച്ചുകൊണ്ടിരുന്നതാകുന്ന ഒരു വിഭാഗം ആളുകൾ ഉറക്കെ വിളിച്ചു പറയുകയാ, ഇന്തഹൈനാ യാ അല്ലാഹ്, ഇന്തഹൈനാ യാ അല്ലാഹ്.
കള്ളു കുടിച്ചുകൊണ്ട് മതോന്മത്തരായി കഴിഞ്ഞിരുന്നതാകുന്ന സമൂഹമാണ്. ഇന്നലെ വരെ കള്ളില്ലാത്ത ജീവിതമില്ല, കള്ളിന്മേൽ പരിപൂർണമായി നിലകൊള്ളുകയാണ്. അങ്ങനത്തതാകുന്ന ഒരു സമുദായമാണ്. അവരിതാ പരിപൂർണമായ കള്ള് ഒഴിവാക്കുകയാണ്. മദീനയിലെ തെരുവിലേക്ക് വലിയ വലിയതാകുന്ന വീപ്പകൾ നിറച്ചു വെച്ചിരുന്നതാകുന്ന കള്ളുകൾ പരിപൂർണമായി ഒഴിച്ചു കളയുകയാണ്. മദീനയിലെ തെരുവതാ നദികളായി, കള്ളിന്റെ നദികളായി മാറിയത്രേ. അത്രയേറെ കള്ളുകൾ വർഷങ്ങളായി ഒഴിച്ചു വെച്ചിരുന്ന, സൂക്ഷിച്ചു വെച്ചിരുന്നതായ ആളുകൾ പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനം വന്നപ്പോ, കള്ള് നിഷിദ്ധമാണെന്ന് വന്നപ്പോ പരിപൂർണമായി ഒഴിവാക്കുകയാണ്. പരിപൂർണമായി ഒഴിവാക്കി. ഖുർആനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനമാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മളോ 1400 വർഷം മുമ്പ് വിലക്കപ്പെട്ട സാധനം ഇന്ന് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞതൊക്കെ ഇന്ന് കൊണ്ടുവരിക. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതിനേക്കാൾ ഏറ്റവും കൂടുതൽ വീര്യമുള്ള സാധനങ്ങൾ ഗവൺമെന്റ് നിരോധിച്ചതാണ് നമ്മുടെ രാജ്യത്ത്. ഈ സിഗരറ്റ്, ഇലക്ട്രിക് സിഗരറ്റ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ഉമ്മത്താണ്. അള്ളാഹു കാക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ ഇന്ന് ആ സിഗരറ്റ് ബാൻ ചെയ്തിട്ടുള്ള ഈ സിഗരറ്റ്, ഇലക്ട്രിക് സിഗരറ്റ് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ കൈവശം ആരാണ് എത്തിച്ചത്? സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, 7ാം ക്ലാസ്സിലും 8ലും 9ലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കൈവശം ഇതാണ്. എക്സൈസ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഞെട്ടിത്തരിക്ക് എവിടെ നിന്ന് ഇത് ആര് കൊണ്ടുവന്ന് കൊടുക്കുന്നു? അല്ലാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കട്ടെ. ഇനി അടുത്തൊരു തലമുറ ഏതു കോലത്തിലേക്ക് പോകും എന്നുള്ളത് വലിയ ചിന്തനീയമാണ്. പുതിയ തലമുറകൾ മുതിർന്നവരെ ബഹുമാനിക്കാൻ തയ്യാറാകുന്നില്ല. 2024 വിട പറയുമ്പോൾ മലയാള മനോരമ എന്ന് പറയുന്ന പത്രത്തിൽ പ്രത്യേകമായിട്ട് അവർ അടയാളപ്പെടുത്തി, ഈ കഴിഞ്ഞ 2024 ഏറ്റവും കൂടുതൽ ആളുകൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ള വാക്ക് ഏതാണ്? ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നിട്ടുള്ള മലയാളികൾ ഉപയോഗിച്ച പദപ്രയോഗം ഏതാണ്? അവസാനം 31ന്റെ എഡിറ്റോറിയൽ പേജിൽ അവർ തന്നെ കുറിച്ചിട്ടു. ഏറ്റവും കൂടുതൽ ആളുകൾ സർവേ നടത്തി പറഞ്ഞത് തന്തവൈബ് എന്നുള്ള വാക്കാണ്. നമ്മുടെ മക്കളെ അല്ലാഹു കാത്തു സംരക്ഷിക്കട്ടെ. എന്താണ് ഈ തന്തവൈബ് എന്ന് പറഞ്ഞാൽ? മുതിർന്നതാകുന്ന ആളുകൾ 40, 45, 50 വയസ്സൊക്കെ ഉള്ളതാകുന്ന വാപ്പമാരുടെ പ്രായമുള്ള ആളുകളുടെ വാക്കുകളെ, നന്മയുടേതാകുന്ന ഉപദേശങ്ങളെ പരിപൂർണമായി തൃണവൽഗണിക്കുന്നതാകുന്ന പുതിയ തലമുറ ഉപയോഗിക്കുന്ന വാക്കാണിത്. അവഗണനയുടെ വാക്കാണ്. അതൊന്നും വലിയ വാപ്പാടെ അതൊന്നും മൈൻഡ് ചെയ്യണ്ട എന്ന അർത്ഥത്തിൽ പുതിയ തലമുറ ഇതിനൊക്കെ തള്ളിക്കളയാൻ. തന്തവൈബ്. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. നമ്മളൊക്കെ ഇങ്ങനെ രസാനുഭൂതിയുള്ള ജീവിക്കുവാൻ നമ്മുടെ മക്കളൊന്നും അത്തരത്തിലാവൂല എന്ന് ചിന്തിക്കുന്നവരെ തെറ്റി. എല്ലാ മക്കളെയും ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം. അതാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ നീട്ടിൽ നിർത്താണ്. 2 മിനിറ്റ് ശരിക്കും ശ്രദ്ധിക്കണേ. ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരൊറ്റ ആയത്തോട് കേട്ടോ, തുടക്കത്തിൽ ഓതി വെച്ച്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവൻ ലകും ഫഹദറൂഹും. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഇന്ന മിൻ അസ്വാജികും വഔലാദികും, തീർച്ചയായും നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ സന്താനങ്ങളിലുമുണ്ട്, അദുവല്ലക്കും, നിങ്ങളുടെ ശത്രുക്കളുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ. നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ സന്താനങ്ങളിലും ശത്രുക്കളുണ്ട് പരിശുദ്ധ ഖുർആൻ പറയാണ്. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. എന്ന് പറഞ്ഞാൽ എല്ലാ ഇണകളും സൽവൃത്തരായിക്കൊള്ളുന്നില്ല. ചില ഭർത്താക്കന്മാർ കള്ളുകൂടിയന്മാരായിട്ട് നിലകൊള്ളുന്നവരുണ്ട്, അല്ലേ? എത്രയോ സ്ത്രീകളാ പരാതി പറയുന്നത്. വീട്ടിൽ വന്ന് ബഹളമാണ് ഉസ്താദേ, ഒച്ചപ്പാടും ബഹളവും. ഭാര്യയായിട്ട് അടി ഉണ്ടാക്കുന്നു, മക്കളുമായിട്ട് വഴക്കുണ്ടാക്കുന്നു, അയൽവാസികളുമായി മക്കൾ ഉണ്ടാക്കുന്നു. ഈ അടുത്ത കണ്ടില്ലേ ഒരു സിനിമാ നടൻ തുണിയൊക്കെ പറിച്ചിട്ട് വീടിന്റെ മേൽക്കോലിരിക്കുന്ന കണ്ടിട്ടില്ലേ? കണ്ടില്ലേ? കണ്ട് വീഡിയോ കണ്ട് നല്ല സായുജ്യമാണ് ഞാൻ ആയിക്കോട്ടെ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതാണ് അവസ്ഥ. ഇവരുടെ പിറകെയാണ് ആളുകൾ പോകുന്നത്, അഭിനയത്തിന്റെ കുലപതികൾ. ഇവരെയൊക്കെ പിൻപറ്റിക്കൊണ്ട് അവരുടേതാകുന്ന ശൈലികളൊക്കെ അനുഭവിക്കാൻ, കള്ളുകുടിച്ചു കൂത്തരങ്ങളെ കാണിച്ചിട്ട് അയൽവാസികളെ പച്ച ചീത്ത വിളിക്കാൻ, മുടിയെല്ലാം പറിച്ചിട്ട് ആഭാസം കാണിക്കാൻ. ആലോചിച്ച് നോക്ക്. അല്ലാഹു കാത്തു സംരക്ഷിക്കട്ടെ. ഈ നടീനടന്മാരുടേതാകുന്ന അഭിനയത്തിന്റെ മികവ് കണ്ടിട്ട് എന്റെ മകനെ അത്തരത്തിലുള്ളതാകുന്ന അഭിനയ നേതാവാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതാകുന്ന രക്ഷിതാക്കളാണ് ഇന്ന് കൂടുതൽ. അല്ലാതെ ഖുർആന്റെ വാഹകനാക്കാനോ
അള്ളാഹുവിന്റെ ദാക്കിരീങ്ങളിൽ പെട്ടതാകുന്ന അമ്പങ്ങുന്ന് വീരാനൂലിയപ്പെ പോലെയുള്ള മഹത്തുക്കളിൽ ഉൾപ്പെടുത്തി ഒരു സൂഫീസ ജീവിതം നയിക്കുന്ന മഹൽ വ്യക്തിത്വത്തിലേക്ക് മാറാനോ പുതിയ തലമുറയ്ക്ക് ചിന്തയില്ല. അവരൊക്കെ അപരിഷ്കൃതർ, അവരൊക്കെ മോശപ്പെട്ട ആളുകൾ, അവരൊക്കെ ദുനിയാവുമായി യാതൊരു ബന്ധവുമില്ലാത്ത സാലിഹീങ്ങളാണ് എന്നുള്ള തിരിച്ചറിവ് ഈ സമുദായത്തിന് നഷ്ടപ്പെട്ടു പോയി. അവരൊക്കെ ലോകറിയാത്തതാകുന്ന വിഡ്ഢികളായിട്ടാണ് ആളുകളെ മനസ്സിലാക്കുന്നത്. എന്നാൽ യഥാർത്ഥ ബുദ്ധിമാന്മാർ അവരായിരുന്നു. ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതന തല്ലഖുദ് ദുനിയ വഖാഫുൽ ഫിതന. അവരാണ് ബുദ്ധിമാന്മാർ. നമ്മൾ അവരെ അവഗണിക്കാൻ, അവരുടെ വാക്കുകളൊക്കെ തൃണവൽഗണിക്കുക, അവര് ലോകം തിരിയാത്തവരാണെന്ന് പറഞ്ഞ് കളിയാക്കി നടക്കാൻ. നമ്മളെന്നിട്ടോ ദുനിയാവ് വാരിപ്പുണരുകയാണ്. ഈ നടന്മാരുടെയും നടിമാരുടെയും പിറകെ കൂടുകയാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്താ മക്കളെയൊക്കെ പാട്ട് പഠിപ്പിച്ചിട്ട് ഏതെങ്കിലും റിയാലിറ്റി ഷോകളിലൊക്കെ പങ്കെടുപ്പിച്ചിട്ടൊന്ന് മുഖം കാണിച്ച ഒന്നോ ഉമ്മാക്കും വാപ്പാക്കും സ്വർഗം കിട്ടിയ മാതിരിയാണ്. വീട്ടിൽ 2 ചാനലുകാർ വന്നാൽ തീർന്ന്. അവർക്ക് അതിനേക്കാൾ വലിയ സ്വർഗം വേറൊന്നുമില്ല. നമ്മളൊക്കെ അതിന്റെ പിറകിൽ ഓടുകയാണ്. മക്കളെ കൊണ്ട് എങ്ങനെയെങ്കിലും ദുനിയാവ് വെട്ടിപ്പിടിക്കണമെന്നുള്ള ഒരൊറ്റ ചിന്തയിലോടുകയാണ്. ദുനിയാവിന്റെ പിറകെ നെട്ടോട്ടം ഓടുകയാണ്, അതിന് പിറകെ ഓടുകയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആഖിറത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഒരു മകനെ ഹാഫിളാക്കാൻ കഴിഞ്ഞോ? ഒരു മകനെ ആലിമാക്കാൻ കഴിഞ്ഞോ? 4-5 മക്കളുള്ളതാകുന്ന ആളുകൾ ഈ സദസ്സിലില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ വർണ്ണമായ അനുഗ്രഹങ്ങൾ. എത്രയോ ആളുകൾ, കോടാനുകോടി ജനങ്ങൾ ഈ ലോകത്ത് കഴിഞ്ഞുപോയി. മക്കളില്ലാത്ത എത്രയോ പാവങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് നൽകിയതാകുന്ന മക്കളെ ഒരാളെയെങ്കിലും ആലിമാക്കാൻ, ഒരാളെയെങ്കിലും ഹാഫിളാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? വേണ്ട, ഒരു ഹാഫിളിനെ, ഒരു ആലിമിനെ ദത്തെടുക്കാൻ, അവന്റെ കഫാലത്തെ ഏറ്റെടുക്കാൻ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ചെലവ് ഏറ്റെടുത്തത് ഖുർആൻ പറയുന്നുണ്ട്. വഖഫലഹാ സക്കരിയ. സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ചെലവ് പരിപൂർണമായി ഏറ്റെടുത്ത് ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് ഒരു മഠം നിർമ്മിച്ച് മറിയം ബീവി റളിയല്ലാഹു അൻഹയെ അതിൽ വസിപ്പിച്ച് കൃത്യമായി ഭക്ഷണം കൊടുത്തുവരുന്നു മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം എന്ന് പരിശുദ്ധമായ ഖുർആൻ. ലോകത്താദ്യമായി കഫാലത്ത് എന്ന പദം പരിശുദ്ധമായ ഖുർആൻ അടയാളപ്പെടുത്തുന്നത് സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ വിഷയത്തിലാണ്. ആകയാൽ ആ ഒരു കഫാലത്ത് എന്ന് പറയുന്ന മഹനീയമായ പ്രക്രിയ ജീവിതത്തിൽ നടത്തി ഒരു മുതഅല്ലിമിനെയെങ്കിലും നെഞ്ചോട് ചേർത്ത് വെക്കാൻ എത്ര ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്? നമ്മൾ മുഖേന ഒരു ഹാഫിൽ ഈ ലോകത്തുണ്ടായിട്ടുണ്ടോ? ഞാൻ ഈ അടുത്ത് വർക്കലയിലുള്ള വക്കത്തുള്ളതാകുന്ന തിരുവനന്തപുരത്തുള്ളതാകുന്ന എൻ്റെ ഒരു സുഹൃത്ത്, ക്ലാസിക് ഷിബു എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹം കഴിഞ്ഞ വെള്ളിയാഴ്ച ഭക്ഷണം നൽകി. ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി, ബ്രൈറ്റ് എന്നുള്ള ഒരു ഹോട്ടൽ ആറ്റിങ്ങിൽ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഉസ്താദ് അൽഹംദുലില്ലാ, ഒരു കുട്ടിയെ ഹാഫിളിന് അൽഹംദുലില്ലാ 1.5 ലക്ഷം രൂപ ചെലവ് കൊടുത്ത് ഒരു കുട്ടിയെ ഹാഫിളാക്കാൻ സാധിച്ചു. ആ കുട്ടി ഹാഫിളായ സന്തോഷം ഉസ്താദിനെ അറിയിക്കുക. 3 കൊല്ലം മുമ്പ് കൊടുത്തതാണ് സ്ഥാപനത്തിൽ ഗഡുക്കളായിട്ട് 25,000 വെച്ച് അങ്ങനെ കൊടുത്തു. അൽഹംദുലില്ലാ, ഇന്ന് ആ കുട്ടി ഹാഫിളായ വിവരം അവിടുന്ന് വിരിച്ച് അറിയിച്ചിട്ടുണ്ട്. വലിയ സന്തോഷം. 1 വർഷം കൊണ്ട് അദ്ദേഹം കൊടുത്തു തീർത്ത, അള്ളാഹു കബൂൽ ചെയ്ത് 3 കൊല്ലം കൊണ്ട് അദ്ദേഹം കൊടുത്തു തീർത്തതാ. ഒരു കുട്ടിക്ക് വേണ്ടി ചെലവഴിച്ച തുകയാണ് 1.5 ലക്ഷം രൂപ. അയാൾക്ക് സ്വന്തം മക്കളെ ഹാഫിളാക്കാൻ കഴിഞ്ഞിട്ടില്ല, ആലിമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ആ കുട്ടിയെ ഹാഫിളാക്കിയിലൂടെ കിട്ടിയ നേട്ടം, അതിന്റെ സന്തോഷം പങ്കുവെക്കാൻ അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയും സഹോദരങ്ങളെ. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ നമുക്കും സാധിക്കും. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, തീർച്ചയായും സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ ഈമാനിന്റെ കാതലായ വിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവ്വൻ ലക്കും, നിങ്ങളിൽ പെട്ടതാകുന്ന മക്കൾ, നിങ്ങളുടെ മക്കളിൽ ചിലർ, നിങ്ങളുടെ ഭാര്യമാരിൽ ചിലർ നിങ്ങൾക്ക് എതിരായേക്കാം, നിങ്ങളുടെ ശത്രുക്കളാകാമെന്ന് വിശുദ്ധമായ ഖുർആൻ. നിങ്ങൾ അവർക്ക് ദീൻ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്കെതിരാവും. അല്ലാഹു കാക്കുമാറാവട്ടെ. മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കണം. വകതിരിവത്തി എന്നതായ കുത്തിക്ക് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്ത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണെന്ന് ഫത്ഹുൽ മുഈനിൽ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അടയാളപ്പെടുത്തുകയാണ്. നമുക്കൊരു നബിയുണ്ട്, നബിയുടെ പേര് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിൽ ജനിച്ചു, മദീനയിൽ വഫാത്തായി എന്നുള്ളത് മക്കൾക്ക് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കണം. വകതിരിവെത്തും ഒരു കുട്ടിക്ക് പഠിപ്പിക്കേണ്ടത് ആരെക്കുറിച്ചാ? ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാ. ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഫത്ഹുൽ മുഈനിൽ എഴുതി പഠിപ്പിക്കുക. മനസ്സിലാക്കണം നമ്മൾ.
അപ്പൊ കുട്ടികൾക്ക് ചെറുപ്പം മുതലേ തർബിയത്ത് കൊടുക്കണം, അവരെ നന്മയുടെ വക്താക്കളാക്കണം, തിന്മയിലേക്ക് പോകാതെ അവരെ ശ്രദ്ധിക്കണം. ഹറാമായ തലത്തിലേക്ക് മക്കൾ പോകാൻ പാടില്ല, അവരെ നല്ലതുപോലെ ശ്രദ്ധിക്കണേ. കാരണം നിങ്ങളുടെ ശത്രുക്കളായി മാറാമെന്ന് വിശുദ്ധമായ ഖുർആൻ. നിങ്ങളുടെ ശത്രുക്കളായേക്കാം, നിങ്ങൾ അവരെ ഉപദേശിച്ചിട്ടില്ല എങ്കിൽ അവർ നിങ്ങളുടെ ശത്രുക്കളാകാം. അതുകൊണ്ട് ഫഹ്ദറൂഹും, ഖുർആൻ പറയാ, നല്ല ജാഗ്രത വെച്ച് പുലർത്തണം മക്കളുടെ വിഷയത്തിൽ. ഖുർആൻ അങ്ങനെ പറഞ്ഞത്, ഫഹ്ദറൂഹും ഫഹ്ദറൂഹും, നിങ്ങൾ അവരെ നല്ലതുപോലെ ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കണേ. മക്കളുടെ വിഷയത്തിൽ ജാഗ്രത പുലർത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന, ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന. തീർച്ചയായും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്ക് നാശമാണ്, നാശമാണ്. ദീനനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ സമ്പത്ത് കൊണ്ടുപോയിട്ടില്ല എങ്കിൽ അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി, യതീംഖാനകൾക്ക് വേണ്ടി, മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടതാകുന്ന സമുന്നതരായ വ്യക്തിത്വങ്ങൾക്ക് വേണ്ടി, ഉലമാക്കൾക്ക് വേണ്ടി, ഉമറാക്കൾക്ക് വേണ്ടി ദീനിനെ നിങ്ങൾക്ക് സഹായിക്കാൻ സമ്പത്ത് കൊണ്ട് സാധിച്ചിട്ടില്ല എങ്കിൽ ഈ സമ്പത്ത് നിങ്ങൾക്ക് എതിരായി സാക്ഷ്യപത്രമാകുമേ. ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന, ഈ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്ക് നാശമാണ്, നാശമാണ്. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിൽ വിചാരണ ചെയ്യുമ്പോ നിങ്ങൾക്കെതിരായി സാക്ഷ്യപത്രമാകുമേ ഈ സമ്പത്തും ഈ സന്താനവുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ടല്ലേ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ഓർമ്മപ്പെടുത്തുകയാണ്, ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന, ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മതി അൽമാൽ. എല്ലാ സമുദായത്തിനും നാശമുണ്ട് സാബ, എല്ലാ സമുദായത്തിനും നശിക്കാനുള്ള കാരണമുണ്ട് സാബ. എല്ലാ സമുദായത്തിനും നശീകരണത്തിലേക്ക് പോകാനുള്ള ഒരു വസ്തുവുണ്ട് സാബ. വഫിത്നതു ഉമ്മതി അൽമാൽ. എന്റെ സമുദായത്തിന്റെ നാശം അത് സമ്പത്ത് അധികരിക്കലാണ്, സമ്പത്ത് അധികരിക്കലാ. സമ്പത്ത് കൂടുമ്പോ മനുഷ്യൻ അല്ലാഹുവിനെ മറക്കുകയാണ്, സമ്പത്ത് കൂടുമ്പോ മനുഷ്യന് നമസ്കാരമില്ല, സമ്പത്ത് കൂടുമ്പോൾ മനുഷ്യന് ദിക്റില്ല, സമ്പത്ത് കൂടുമ്പോൾ അല്ലാഹുവിനെ ഓർക്കുന്നതായ വ്യക്തിയല്ല, ആലിമീങ്ങളെ ബഹുമാനമില്ല, മുതഅല്ലിമീങ്ങളെ ആദരിക്കുന്നില്ല, ദീനീ സ്ഥാപനങ്ങളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. സമ്പത്ത് കൂടുമ്പോ ദീനിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. വഫിത്നതു ഉമ്മതി അൽമാൽ. എല്ലാ സമുദായത്തിനും നശിക്കാൻ ഒരു കാരണമുണ്ട് സാബ. എന്റെ സമുദായത്തിന്റെ നാശം അത് സമ്പത്താണ്, സമ്പത്താണ്, സമ്പത്ത് അധികരിക്കലാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ.